നമസ്കാരം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന സ്മൈൽ ടോക്ക് എന്ന ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് ഷോ മോഡറേറ്റ് ചെയ്യുന്നത് കോട്ടയം ഗവൺമെൻറ് ഡെന്റൽ കോളേജിലെ സാമൂഹിക ദന്താരോഗ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊച്ചി ശാഖയുടെ സെക്രട്ടറിയുമായ ഡോക്ടർ വിവേക് നാരായണാണ്. സർ പ്ലീസ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരുപാട് പ്രത്യേകതകളിൽ ഏറ്റവും മികച്ചത് തികച്ചും പരിചയമില്ലാത്ത വ്യക്തികൾക്ക് പോലും നിമിഷ നേരം കൊണ്ട് പരിചയപ്പെടാൻ സഹായിക്കുന്ന, സന്തോഷത്തിലും പലപ്പോഴും ഇച്ചിരി വിഷമത്തിൽ പോലും ആത്മവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് പുഞ്ചിരി, സ്മൈൽ. പുഞ്ചിരികൾ വിടരുന്നത് മുഖത്താണെങ്കിലും ഈ പുഞ്ചിരിക്ക് പിന്നിലും പല മുഖങ്ങളുമുണ്ട്. അതിൽ ഒരു പ്രത്യേകത ഉള്ള മുഖമാണ് ഡെന്റിസ്റ്റിൻ്റെ മുഖം. ഇന്നത്തെ ഈ വിഷയം സ്മൈൽ ടോക്ക് എന്ന് പേരിട്ടിരിക്കുന്നത് ഡെന്റിസ്റ്റുമാരും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വാക്കുകൾ ഡോക്ടർ, എൻജിനീയർ, ആർട്ടിസ്റ്റ് മാത്രമല്ല പല കഴിവുകളും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന വ്യക്തിത്വം. നമുക്ക് നോക്കാം. നമ്മുടെ ഈ ടോക്ക് ഷോയിലെ പാനലിസ്റ്റിനെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തട്ടെ. കേരളത്തിലെ 35,000-ൽ പരം ഡെന്റിസ്റ്റുമാരെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ. ഇന്ന് നമ്മുടെ പാനലിനെ നയിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ ആദരണീയമായ പ്രസിഡന്റ് ഡോക്ടർ ഈപ്പൻ തോമസ്. പാനലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ ഓണററി സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് നായർ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനെ കഴിഞ്ഞ കൊല്ലം നയിച്ച നമ്മുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ, കേരള ഡെന്റൽ കൗൺസിലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ ആന്റണി തോമസ്, കേരള ഗവൺമെന്റ് ഹെൽത്ത് സർവീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ സജു NS, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകളെയും ഡെന്റൽ കോളേജ് അധ്യാപകരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ ബിനു പുരുഷോത്തമൻ. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. കൂടെ തന്നെ ഓഡിയൻസിലെ ഓരോരുത്തരെയും ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്തു. ആദ്യമായി എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ള ആശയം, ദന്താരോഗ്യം അവഗണിക്കപ്പെടേണ്ടതാണോ, അവഗണിക്കപ്പെടുന്നുണ്ടോ, എന്താണ്? നമുക്ക് നമ്മുടെ പ്രസന്റ് ചെയ്യുന്നത് തന്നെ തുടങ്ങാം. വേണ്ടത്രയും പരിഗണന സമൂഹം, വ്യക്തികൾ ദന്താരോഗ്യത്തിന് നൽകുന്നുണ്ടോ? ദുർഭാഗ്യവശാൽ ദന്താരോഗ്യത്തിനും ദന്തപരിപാലനത്തിനും ആവശ്യമായി ലഭിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ദന്താരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകളുടെ മാത്രം ഒരു ആരോഗ്യസ്ഥിതി എന്നാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിനിടയ്ക്ക്. പക്ഷേ ദന്താരോഗ്യവും ദന്തപരിപാലനയും സമഗ്രമായ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമായി വേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണെന്നുള്ള വസ്തുത സമൂഹം മനസ്സിലാക്കുന്നില്ല. പല്ല് എന്ന് പറഞ്ഞാൽ കടിക്കാനുള്ളൊരു അവയവം, അല്ലെങ്കിൽ ചവയ്ക്കാനുള്ളൊരു അവയവം, ഒരു പുഞ്ചിരിക്കാനുള്ള അവയവം, ഇതൊക്കെയാണ് പല്ലുകളുടെ ഒരു റോൾ എന്ന് മാത്രം ധരിക്കുന്ന നമ്മുടെ സമൂഹത്തോട് തീർച്ചയായിട്ടും ഇതിലുപരിയായി ഒത്തിരി റോൾ പല്ലുകൾക്കുണ്ടെന്നുള്ളത്, ദന്താരോഗ്യത്തിനുള്ളതും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. വായിലെ അസുഖങ്ങളും വായിലെ ഇൻഫെക്ഷൻസും മറ്റു ഭാഗങ്ങളിലോട്ട് പടർന്നാൽ പല അസുഖങ്ങൾക്കും കൂടുതൽ വഷളാകാം, പല അസുഖങ്ങൾക്കും കാരണവുമാകാം. ഉദാഹരണത്തിന് പ്രമേഹം, ഹൃദ്രോഗം, അവസ്ഥയിലുള്ള അസ്വസ്ഥതകളും അസുഖങ്ങളുമൊക്കെ. അപ്പോൾ നമ്മളുടെ ദന്താരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ ചിരിയിൽ ഒതുങ്ങുന്ന മാത്രം ഒരു വിഷയമല്ല, ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ആവശ്യമായ ഒരു വിഷയം തന്നെയാണെന്നുള്ളത് സമൂഹത്തിലേക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെടുത്ത് ഞാൻ ഡോക്ടർ ആൻ്റണിയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയേണ്ടത് ദന്താരോഗ്യം ശരിയല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ വരും എന്നാണോ നമ്മൾ സമൂഹത്തോട് പറയേണ്ടത്? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ പൊതുവായ ആരോഗ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ദന്തരോഗങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഡോക്ടർ സൂചിപ്പിച്ച നമ്മുടെ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡയബറ്റിക്സ്, മറ്റ് ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസീസ്, പെരിഫറൽ ആർട്ടറി ഡിസീസസ്, ഇതെല്ലാം തന്നെ ദന്താരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന അസുഖങ്ങളാണ് എന്നുള്ളത് ഇപ്പോഴത്തെ
പുതിയ കാലഘട്ടത്തിലെ റിസർച്ച് കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. താങ്ക് യു ഡോക്ടർ. ഇത്രയെല്ലാം പ്രധാനപ്പെട്ടതാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം. ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ദന്താരോഗ്യത്തെ ഡോക്ടറുടെ പേഷ്യൻസ് വേണ്ടത്രയും പരിഗണന കൊടുക്കുന്നുണ്ടോ? ദന്താരോഗ്യം പൊതുജനം അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനൊരു കാരണം നമ്മുടെ സർക്കാരും നയങ്ങൾ രൂപീകരിക്കുന്നവരും ഇതേ അവഗണന ഈ ദന്താരോഗ്യ മേഖലയ്ക്ക് നൽകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. കാരണം വേണ്ടത്ര ബോധവൽക്കരണം ആ ഭാഗത്തു നിന്ന് വരാത്തത് കൊണ്ടും നമ്മുടെ ഈ നയത്തിൽ അത് പലപ്പോഴും ഇല്ലാതാവുമ്പോഴുമാണ് ജനങ്ങളിലേക്ക് ഈ അവഗണന വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സത്യത്തിൽ ഈ ഒരു അവഗണന അർഹിക്കുന്ന രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടത് സർക്കാർ തലത്തിലും നയരൂപീകരണ തലത്തിലുമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയുള്ള ഈ ഡോക്ടർ പറയുന്നത് കമ്മ്യൂണിറ്റി ഫോളോസ് ദ ലീഡർ എന്നാണ്. അപ്പോൾ ലീഡേഴ്സ് ദന്താരോഗ്യത്തെ അവഗണിക്കുന്നുണ്ടോ? എന്താണ് ഡോക്ടർ സിദ്ധാർത്ഥിൻ്റെ അഭിപ്രായം? ഒരു പരിധിവരെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കും. കാരണം പല മേഖലകളിലും മേഖലയിലുള്ള വ്യക്തികൾക്കുള്ള പ്രാതിനിധ്യം തന്നെ പലപ്പോഴും കിട്ടുന്നില്ല. ഇപ്പം വരുന്ന റീസെൻ്റ്ലി വന്ന ആക്ടിൽ പോലും പലയിടത്തും നമുക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടിയില്ല. പ്രാതിനിധ്യം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പോളിസി മാറ്ററിൽ ഇടപെടാനും അത് കൂടുതൽ നമുക്ക് ചേരുന്ന രീതിയിലോട്ട് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ റോളാണ്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെന്റിസ്റ്റുകളുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഒരു പ്രാതിനിധ്യം നഷ്ടപ്പെട്ടാൽ എത്രയും പേരുടെ ശബ്ദമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ പ്രാതിനിധ്യം ഇല്ല. അതിനൊരു കാര്യം ഞാൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം, ഡെന്റിസ്റ്റുമാർ പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് അടയ്ക്കാൻ മാത്രം എക്സ്പേർട്ട് ആയാൽ മതിയോ? സമൂഹവും നമ്മളും തമ്മിലുള്ള ഗ്യാപ്പും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടേ? ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഡെന്റിസ്റ്റുമാർ ശ്രമിച്ചിട്ടുണ്ടോ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഡോക്ടർ വിവേക് ചോദിച്ചത്. ഇത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്ന ഈ ദന്ത ഡോക്ടർമാരുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണൽ സംഘടന, ഏറ്റവും വലിയ സംഘടന, ഏകസംഘടന എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഈ സംഘടന 1946 രൂപീകരണമായി 1969 കേരള സംസ്ഥാനത്ത് രൂപീകരമായ ആ വർഷം തൊട്ട് തന്നെ കേരള സംസ്ഥാനത്ത് ദന്താരോഗ്യ പരിപാലനത്തിനും ബോധവൽക്കരണത്തിനുമായിട്ട് നിരവധി പദ്ധതികളാണ് IDA ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ്, സൗജന്യ ഡെൻ്റൽ കിറ്റ് വിതരണങ്ങൾ, പാംപ്ലെറ്റ് മുതിർന്നവരും കുട്ടികൾക്കുമുള്ള ആ ദന്ത രോഗങ്ങളുടെ ബോധവൽക്കരണം, സൗജന്യ പല്ല് സെറ്റ് വിതരണം തുടങ്ങി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഘോരഘോരം കഴിഞ്ഞൊരു വർഷം തന്നെ 3000-ലധികം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ നടത്തപ്പെട്ടു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത അസോസിയേഷൻ എത്ര പ്രാധാന്യം കൊടുക്കണോ എന്നുള്ളതെന്ന് വ്യക്തമാവുമെന്ന് ഞാൻ മനസ്സിലാക്കും. തീർച്ചയായും അങ്ങ് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമാണ്. അതിൻ്റെ ഉത്തരം ഇത്രയാണ്: വളരെ അധികം ശക്തമായ ഇടപെടലുകളാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദന്താരോഗ്യ മേഖലയിൽ കേരളത്തെ സംബന്ധിച്ചോളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ ദന്തരോഗ പ്രശ്നങ്ങൾ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ്. വായിലെ ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ ഡെന്റിസ്റ്റ് ഡേക്ക് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ക്യാൻസറിന് വേണ്ടി എന്തെങ്കിലും സന്ദേശം കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും ഞാനിത് ഈ ഒരു പ്രത്യേക അവസരത്തിൽ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങ് ചോദിച്ചത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഷങ്ങളായി നടത്തി വരുന്ന ഈ പുകയില സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം, ഒപ്പം തന്നെ വായിലെ ചെറിയ മുറിവ് പോലും നാളേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭീകരാവസ്ഥ തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഓറൽ ക്യാവിറ്റിയിലെ ക്യാൻസർ അതിൻ്റെ ഭീകരത പൊതുജനങ്ങൾക്കിടയിൽ പണ്ടത്തെ പോലെ തീവ്രത നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, പുകയില ഉപയോഗം ഒരു പരിധിവരെ പൊതുജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. പരസ്യമായ പുകവലി നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ അത്ര കാണില്ല. പക്ഷേ ഓറൽ ക്യാൻസറിന്റെ സാധ്യതകളോ അളവോ ഒരിക്കലും കുറഞ്ഞിട്ടുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റെന്തോ തരത്തിൽ ഇത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ അതിശക്തമായി തന്നെ ഒരു ഭീകരമായി തന്നെ നിലനിൽക്കുന്നു. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ഓറൽ ക്യാവിറ്റിയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഒരു ഡെന്റൽ സർജൻസിന്റെ ബാധ്യതയാണ്, കടമയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഇതിനെ നേരിടാൻ വേണ്ടി ഒരു പദ്ധതി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിന് IDA ക്യാൻ വിൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഈ വർഷം
ഇന്ന് തന്നെ അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഇവിടെ നടക്കും. ഡെന്റിസ്റ്റ് ഡേയുടെ ആഘോഷത്തിൻ്റെ ഇടയിൽ ഈ IDA ക്യാൻവിൻ എന്നത് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ വാച്ച് ആൻഡ് ഇന്റർവെൻഷൻ നെറ്റ്വർക്ക്, ക്യാൻവിൻ, IDA ക്യാൻവിൻ. ഈ പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഈ ഒരു അവബോധം സൃഷ്ടിക്കുക മാത്രമല്ല, അതൊരു സ്ക്രീനിങ് ആണ് ആക്ച്വലി നടക്കുന്നത്. 6500-ലധികം ഡെന്റൽ ക്ലിനിക്കുകൾ കേരളത്തിൽ ഉണ്ട് പ്രൈവറ്റ് മേഖലയിൽ. എടുത്തു പറയേണ്ട ഒരു വസ്തുത, 97% ദന്താരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി സേവനം നൽകുന്നത് പ്രൈവറ്റ് മേഖലയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. ഗവൺമെന്റ് മേഖലയിൽ വെറും 3% മാത്രമാണ് രോഗികളെ അഭിമുഖീകരിക്കുന്നത് എന്നതാണ് വസ്തുത. എന്നിരിക്കെ ഈ 97% വരുന്ന ഈ 6500-ഓളം ഡെന്റൽ ക്ലിനിക്കുകൾ പ്രൈമറി ഡിറ്റക്ഷൻ സെന്റർ ഫോർ ഓറൽ ക്യാൻസർ എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണാവുന്നത്. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ സുഭാഷ് ഇവിടെ വളരെ കൃത്യമായി IDA ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചു. എന്നാലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്രയും അവബോധം ഇല്ലാത്തതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കാര്യത്തില് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് തലങ്ങളിലും അല്ലെങ്കിൽ മറ്റു തലങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള അവബോധങ്ങൾ വളരെ കുറവാണ്. അപ്പം എപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥങ്ങളിൽ അവബോധങ്ങൾ വരുമ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു 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 നെറ്റ്വർക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാലേ സാധിക്കുള്ളൂ. പക്ഷെ അത്തരം പദ്ധതികളും അത്തരം രീതികളും ഒക്കെ വളരെ കുറവായിട്ടാണ്. തീർച്ചയായിട്ടും സർക്കാർ മേഖലയിലെ പ്രശ്നങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ചർച്ചയുടെ മറ്റു ഭാഗത്തേക്ക് വരുമ്പോൾ എത്താം. എന്തെങ്കിലും ചോദ്യം വേറെ ആർക്കെങ്കിലും ഓഡിയൻസിൽ നിന്നുമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൈവറ്റ് മേഖലയുടെ പ്രാധാന്യം ഇപ്പൊ ഡോക്ടർ സുഭാഷ് ഇവിടെ വിവരിച്ചു. പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡെന്റിസ്റ്റുമാരെ സമൂഹത്തിലേക്ക് അടുപ്പിക്കാനായി IDAക്ക് വേറെ എന്തെങ്കിലും പദ്ധതികൾ ഉള്ളതായിട്ട് വിവരിക്കാമോ ഡോക്ടർ സിദ്ധാർത്ഥ്? തീർച്ചയായിട്ടും. IDA സ്പർശ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഡെന്റിസ്റ്റേക്ക് ലോഞ്ച് ചെയ്യാണ്. IDA സ്പർശ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദന്താരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഡെന്റിസ്റ്റിനെ കണ്ടെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, അത് കിട്ടുന്ന അറിവ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓതന്റിക്കേഷൻ ആയിട്ട് ഇതിനെ IDAയുടെ മെമ്പേഴ്സിന്റെ തന്നെ ഡെന്റൽ ക്ലിനിക്കുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ്. ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇനി അവരവരുടെ മൊബൈലിൽ തൊട്ടടുത്ത ഡെന്റിസ്റ്റിനെ അവർക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ചിലർക്ക് പറ്റുന്ന ചിലര് വീട് ഒരിടത്തായിരിക്കും, വർക്ക് ചെയ്യുന്ന വേറൊരിടത്തായിരിക്കും. വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, വീടെത്തുന്ന രാത്രി ആയിരിക്കാം. ആ സമയത്തേക്ക് ദന്ത ചികിത്സ നേടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഡെന്റിസ്റ്റുകളെ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഇതൊരു വളരെ സഹായകരമായ ഒരു വെബ്സൈറ്റ് ആയിരിക്കും. മാത്രമല്ല ഭാവിയിൽ നമ്മൾ അതിൽ ഡെന്റൽ അവയർനെസ് വീഡിയോസും മറ്റു കാര്യങ്ങളും പോസ്റ്റ് ചെയ്ത് ഇവരെ ദന്താരോഗ്യത്തെക്കുറിച്ച് അവബോധം ആക്കാനും ശ്രമിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതെന്തായാലും പബ്ലിക്കിന് വേണ്ടി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. താങ്ക് യു. ഈ പൊതു ആരോഗ്യവും ദന്താരോഗ്യവും തമ്മിലുള്ള സന്ദേശം ഒന്നും കൂടി ഫലപ്രദമായി സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ആ ഒരു ഓറൽ ക്യാൻസറിന്റെ ഉപചോദ്യമായിട്ട് നമുക്കിപ്പോൾ അതേപോലെ തന്നെ മയക്കുമരുന്നിന്റെയും മറ്റേ ഡ്രഗ് അബ്യൂസ് ഒക്കെ വലിയൊരു പൊതുജന വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഓറൽ ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ സെന്റർ ആക്കി മാറ്റുകയാണ് ഓരോ ഡെന്റൽ ക്ലിനിക് എന്ന് പറയുമ്പം, ഇതേപോലെ നമുക്ക് ഏർലി ഡിറ്റക്ഷന് ഈ മയക്കുമരുന്നിന്റെ അബ്യൂസ് കുട്ടികൾക്കിടയിലോ മറ്റോ ഈ ഡെന്റൽ ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ ഒരു മുക്തി എന്ന് പറഞ്ഞിട്ടോ മറ്റോ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഡോക്ടർ ദിനേശ് സൂചിപ്പിക്കുന്നത് മുമ്പ് IDA വിജയിപ്പിച്ച വിമുക്തി എന്ന പദ്ധതിയെ കുറിച്ചാണോ, മുക്തി എന്ന പദ്ധതിയെ കുറിച്ചാണോ? മുക്തി എന്ന 2016 വളരെ ഭംഗിയായിട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സർക്കാരുമായി ചേർന്ന ഒരു പദ്ധതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനാണ് അഡോളസൻസ് ഏജിലുള്ള കുട്ടികളുടെ ക്യാമ്പിൽ പോയിട്ട് നമുക്ക് ഈ ടൊബാക്കോ ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ എതിരെ ക്ലാസ് എടുക്കുകയും ആ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തു 100+ ഡോക്ടേഴ്സിന് നിംഹാൻസിലെ പ്രോസസ്സ് വന്നിട്ട് ഒരു കരിക്കുലം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഫാക്കൽറ്റീസാണ് ഈ ക്ലാസ്സസ് ഒക്കെ എടുത്ത് നമ്മൾ ബൃഹത് പദ്ധതിയായിരുന്നു. വളരെ ശരിയാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ഗവൺമെന്റിന് മുന്നിൽ വെക്കാവുന്ന ഒരു കാര്യം, ഇപ്പോഴും ഒരു ഡെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓറൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂൾ തലത്തിൽ അതുപോലെ PSC എക്സാംസ് വരുമ്പോഴൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിലേ അപ്ലിക്കേഷന് പറ്റുള്ളൂ എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ തുടക്കത്തിൽ ഇത്തരത്തിൽ വരുന്ന ലീഷൻസ്, അതിന്റെ കളർ ചേഞ്ചസ്, അതിന്റെ ഇപ്പോൾ
അഡ്വാൻസ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കുന്ന പല്ലിലൊക്കെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻസ് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം അറിയിക്കുന്നു. ഒരു ഓറൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഒരു ഡെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിലുള്ള ഒരു ചിന്ത സർക്കാർ തലത്തിൽ, സ്കൂൾ തലത്തിലും PSC എക്സാംസ് എഴുതുമ്പോൾ പുതിയ സർക്കാർ ജോലി നേടുന്ന ഒരു തരത്തിലും പ്രൈവറ്റ് മേഖലയിലും ഉണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമായി സമൂഹത്തിന് മാറും എന്ന് തോന്നുന്നു. പണ്ടത്തെ പഴമക്കാർ പറയും മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അതേപോലെ തന്നെ വായ ശരീരത്തിലേക്കുള്ള കണ്ണാടിയാണ്. പല സിസ്റ്റമിക് പ്രോബ്ലംസിന്റെയും ആദ്യ ലക്ഷണങ്ങൾ വായിലാണ് കാണുന്നത്. ഡോക്ടർ സജുവിന് അതിനെക്കുറിച്ച് വിവരിക്കാമോ? തീർച്ചയായിട്ടും ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ഡെന്റൽ സർജൻസ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാരണമാവുന്നത്. പലപ്പോഴും ദന്ത ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരായിരിക്കാം. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴായിരിക്കും അവരുടെ വായ്ക്കകത്ത് ഇതുപോലെ ടൊബാക്കോ യൂസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ കാണുന്നതും പിന്നെ മറ്റു അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നതും നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും, റെഫറൻസ് ചെയ്യുന്നതും നമ്മളായിരിക്കും. ഇപ്പൊ ഓഡിയൻസിലെ ആ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പലപ്പോഴും അബ്യൂസ് ചെയ്യുന്ന മെത്ത് മൗത്ത് എന്ന് പറയുന്ന പല ലക്ഷണങ്ങളും ചിലപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഡെന്റിസ്റ്റുമാരായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു ഡോക്ടർ. അപ്പൊ പല്ല് നന്നായാൽ തന്നെ പാതി നന്നായി എന്ന് ജനങ്ങളോടും സർക്കാരോടും നമുക്ക് പറയേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ എന്താണ് നമ്മുടെ സാധാരണക്കാരന് പല്ലിന്റെ വിഷയം എന്ന് ചോദിച്ചാൽ ദന്ത ചികിത്സ വളരെ ചെലവേറിയതാണ് എന്നുള്ളതല്ലേ? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചെലവേറിയതല്ലേ? എന്തുകൊണ്ടാണ് ദന്ത ചികിത്സ ഇത്ര ചെലവുള്ള ഒരു ചികിത്സയായി മാറുന്നത്? അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ ബിനു, എന്തുകൊണ്ടാണ് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് മാറുന്നത്? ആ ഒരു വാക്ക് തന്നെ ഒരു മിത്താണെന്ന് എനിക്ക് സംശയമുണ്ട്. ഡെന്റൽ ചികിത്സ കോസ്റ്റ്ലി ആണെന്നുള്ള വാക്ക് തന്നെ ഒരു മിത്താണ്. ഇത് ആക്ച്വലി ഒരു കോയിന്റെ രണ്ട് വശം പോലെയാണ്. സേവനവും ചിലവർക്ക് ഒരു ഉപജീവന മാർഗവും. ഉപജീവന മാർഗമായി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാൻ അതിൻ്റെതായ ചെലവുകളുണ്ട്. കണ്ടമാനം ഇൻസ്ട്രുമെന്റ്സ് വേണം, സ്റ്റെറിലൈസേഷൻ വേണം, എക്സ്റേ മെഷീൻസ് വേണം, ഇതെല്ലാം ലൈസൻസ് വേണം. ഇതെല്ലാം ചെയ്തിട്ട് ഈ രോഗികൾക്ക് ഇൻഷുറൻസിന്റെ അവൈലബിൾ ആയ സാധനങ്ങൾ വളരെ കുറവാണ്. ഇൻഷുറൻസ് നമുക്ക് വളരെ കുറവാണ് ഈ മേഖലയിൽ. അപ്പൊ തീർച്ചയായിട്ടും അത് എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ തേടിയിട്ട് ട്രീറ്റ്മെന്റുകൾ നേടാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മറ്റേ മിഡിൽ ഈസ്റ്റിനൊക്കെ ആൾക്കാർ ഇവിടേക്ക് ഫ്ലോ ചെയ്യാം. ഡെന്റൽ ടൂറിസം എന്ന പേര് കിട്ടും. അതിന്റെ കാരണം സെയിം ചികിത്സകൾ തന്നെ ഇവിടെ വളരെ വളരെ ചെറിയ ചെലവിലാണ് നമുക്ക് ചെയ്യാൻ. ആ ചോദ്യം ഒരു മിത്താണ് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും. പിന്നെ നമ്മൾ പണ്ട് ബോബി കട്ടലക്കരയും മോഹൻലാലും ശ്രീനിവാസും ചേർന്നൊരു ഡയലോഗ് പറഞ്ഞു, വലിയ വീട് വേണം, കാറ് വേണം, കാർ പോർച്ച് വേണം, ഫ്രിഡ്ജ് വേണം, TV വേണം, ACR വേണം, പക്ഷെ 35 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ രജിസ്ട്രി താഴരുത് എന്നാണ് എന്റെ. അപ്പോ ഡോക്ടർ സൂചിപ്പിക്കുന്നത് ചെലവേറുന്നത് ശരിയല്ല, അതൊരു മിഥ്യയാണെന്നുള്ളതാണ്. ഡോക്ടറിന്റെ അഭിപ്രായം എന്താ? ഡെന്റൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി അല്ലേ? സാധാരണക്കാരന് താങ്ങുന്നതാണോ? ഡെന്റൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും ചെലവേറിയതായിട്ട് ജനങ്ങൾക്ക് തോന്നുവാൻ കാരണം അവര് പ്രാഥമികമായിട്ട് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 6 മാസം കൂടുതൽ ഒരിക്കൽ ഒരു ദന്ത ഡോക്ടറെ കാണാതിരിക്കുന്നതുകൊണ്ടാണ്. പല രോഗങ്ങളും പ്രാരംഭ ദശയിൽ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ പല്ലിന് ഒരു ചെറിയ കേടുണ്ടെങ്കിൽ അത് അടച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് അവിടെ നിൽക്കും, ഒരു കുഴപ്പമില്ലാതെ. പലപ്പോഴും പേഷ്യൻസ് ദന്ത ഡോക്ടറെ കാണാൻ വരുന്നത് അത് പല്ലുവേദന ആയിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അന്നേരം അത് നെർവിനെ എല്ലാം ബാധിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ റൂട്ട് കനാല്, ക്യാപ്പ്, അങ്ങനെ പല കാര്യങ്ങളോട് പോകും. ഇതിൻ്റെ എല്ലാം കാരണം അവർ മെഡിക്കലിലൊക്കെ കാണുന്ന പോലെ വർഷത്തിൽ ഒരിക്കലും ചെക്കപ്പ് എങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് അത് ചെലവേറിയതായിട്ട് മാറുന്നത്. താങ്ക് യു. ഈ ചെലവ് കുറയ്ക്കാനായിട്ട് വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഡോക്ടർക്ക് പറയാനുണ്ടോ? ചെലവ് കുറയ്ക്കാനായിട്ടും ചില ക്ലിനിക്കുകളൊക്കെ എങ്ങനെയാ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാ? അത് ശരി, ഡിസ്കൗണ്ടുകൾ അലൗഡ് ആണോ ക്ലിനിക്കുകൾക്ക്? എങ്ങനെയാ നമുക്ക് 50%, 60% ഡിസ്കൗണ്ട്? തികച്ചും ഡോക്ടർ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ തൊട്ട് അടുത്ത ടോപ്പിക് അതിലേക്ക് നമുക്കത് കൊണ്ടുപോകാം. ചെലവ് കുറയ്ക്കാനുള്ളത് 2-3 എന്റെ ഒരു അഭിപ്രായത്തിൽ മെറ്റീരിയൽ നമുക്ക് ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാം. അതൊക്കെയും ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ചെലവ് കുറയാം. എന്നാലും ഇത് വളരെയധികം ചെലവ്, ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫോറിൻ കൺട്രീസും നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്.
നമുക്ക് തന്നെ അമേരിക്കയിൽ നിന്നും UK യിൽ നിന്നും പല പേഷ്യൻസും അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരെ പല പേഷ്യൻസും വെക്കേഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ്. ചിലപ്പോൾ ഇതിനു വേണ്ടി ഫ്ലൈറ്റ് വിളിച്ച് വരുന്നവരുണ്ട്. അപ്പൊ ഇതൊന്നും കോസ്റ്റ്ലി അല്ല, പക്ഷെ നല്ലൊരു ട്രീറ്റ്മെന്റ്, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെലവ് വേണ്ടി. അതെ, ഫ്ലൈറ്റ് പിടിച്ചു വരുന്നവരെ നമ്മൾ പറ്റിക്കാൻ പാടില്ലല്ലോ. ഡോക്ടർ സിദ്ധാർത്ഥൻ എന്താണ് പറയാനുള്ളത്? ഈ ചെലവിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ചെലവിനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ്. എക്സ്പെർട്ടൈസ് ഉണ്ട്, നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ്, റൂറൽ ആണോ അർബൻ ആണോ എല്ലാം ശരിയാണ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ എന്തുകൊണ്ട് പലരും മെഡിക്കൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി ആണെന്ന് പറയുന്നില്ല. എല്ലാവർക്കും അറിയാം കോസ്റ്റ്ലി ആണ്, പക്ഷെ പലരും പറയുന്നില്ല. വൈ? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദ ഇൻഷുറൻസ്. നമ്മുടെ പല ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ഇൻഷുറൻസിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ടാണ് ഈ കോസ്റ്റ് ഇത്രയും ബോദറേഷൻ വരുന്ന ആൾക്കാർക്ക്. മനസ്സിലായി? കാരണം അവർക്ക് ഒരു ഇൻഷുറൻസ് വേണ്ടി അത് ക്ലെയിംസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഒരു ലക്ഷ്യം തന്നെ ഈ ഡെന്റൽ ഇൻഷുറൻസിലോട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം IDA അസോസിയേഷന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും എന്നാണ് എനിക്കോട് പറയാനുള്ളത്. ഇതാ ഒരു സൊല്യൂഷൻ ഒന്ന് അത് തന്നെ. അത് വരുമ്പോൾ ഒരു ഉപചോദ്യം കൂടിയുണ്ട്. അമേരിക്കയെ പോലെ നാട്ടിൽ തികച്ചും ഇതെല്ലാം ഇൻഷുറൻസുമായി കണക്റ്റഡ് ആയിട്ടാണ് ഇത് പോകുന്നത്. എന്നാൽ അപ്പൊ നമ്മുടെ നാട്ടിലെ ഡെന്റൽ കെയർ അമേരിക്കയിൽ നിന്നും മോശപ്പെട്ടതാണെന്ന് നമുക്ക് പറയാമോ? ഒരിക്കലും നമ്മുടെ ഡെന്റൽ കെയർ മോശമല്ല, വളരെ ക്വാളിറ്റിയുള്ള ഡെന്റൽ കെയർ ആണ്. ഡെന്റൽ ടൂറിസത്തിനെ കുറിച്ച് ചിന്തിക്കൂ. പലരും പുറത്തുനിന്ന് ഇവിടെ വന്നാണ് ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനൊന്ന് അവിടെ കോസ്റ്റ്ലി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനേക്കാൾ കോസ്റ്റ് ഇവിടെ കുറവാണ്, എന്നാൽ പോലും ആൾക്കാർ കംപ്ലൈനിങ്. നമ്മളിപ്പോ ഇവിടെ കേട്ടു പലരും ഫോറിൻ കൺട്രീസിൽ നിന്നും പേഷ്യൻസ് ഓടിയെത്തുന്നു. എന്തുകൊണ്ടായിരിക്കും? അവിടെ ഡെന്റിസ്റ്റിനെ കാണുന്നത് വളരെ എളുപ്പമാണോ മറ്റു നാട്ടുകളിൽ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഒരിക്കലും അല്ലല്ലോ. അതല്ലേ നമ്മുടെ വളരെ റിനൗൺഡ് ആയിട്ടുള്ള കേരള ഹെൽത്ത് മോഡൽ എന്ന് പറയുന്നത്. അക്സസിബിൾ ആൻഡ് അഫോർഡബിൾ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫോർ ഓൾ. പക്ഷേ ഈ അഫോർഡബിലിറ്റി എന്ന് പറയുമ്പോഴും പലപ്പോഴും പബ്ലിക് പറയുന്ന ഒരു ആരോപണം പോലെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, ഒരേ ട്രീറ്റ്മെന്റിന് പല ക്ലിനിക്കുകളിലും എന്തുകൊണ്ട് ഇത്ര വേരിയേഷൻ വരുന്നു ചാർജുകളിൽ. ഇതൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡോക്ടർ സുഭാഷിന് അതിന് മറുപടി ഉണ്ടോ? എന്തുകൊണ്ടാണ് ഈ പല ഏരിയയിൽ പല ചാർജുകളായി മാറുന്നത്? ഇതിനെ ഒന്നാക്കി കൂടെ എന്നാണ് ചോദ്യം. വളരെ രസകരമായ ഒരു ചോദ്യമാണത്. കാരണം അതിൽ പലരുടെയും ആശങ്കയാണ്. ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഏറ്റവും വളരെ ചുരുങ്ങിയ ഒരു കാര്യത്തിൽ പറയുക വെച്ചാൽ, എറണാകുളം പോലുള്ള ഒരു ടൗൺ, അവിടെ ഒരു ഡെന്റിസ്റ്റിന് ഒരു ഡെന്റൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ എടുക്കുന്ന ആ റൂമിന്റെ റെന്റും അതിന്റെ അഡ്വാൻസും തുടങ്ങി അവിടെ അദ്ദേഹത്തിന് വരുന്ന ദൈനംദിന ചെലവുകൾ, അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കേണ്ട ചെലവുകൾ എല്ലാം കൗണ്ട് ചെയ്യുകയും ഒരു സാധാരണ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഇതേപോലെ സജ്ജീകരണമുള്ള ഒരു ക്ലിനിക്കിന് വേണ്ടി വരുന്ന ചെലവുകളും രണ്ടും രണ്ടായിരിക്കും. നമുക്ക് അത് തന്നെ അതിൻ്റെ ഏറ്റക്കുറച്ചുകളുടെ ഒരു കാരണമാണ്. പിന്നൊന്ന്, എക്സ്പെർട്ടൈസ് ചെയ്യുക എന്ന് ഡോക്ടർ സിദ്ധാർത്ഥ് ഇവിടെ പറഞ്ഞു. ഒരു ഫീൽഡിൽ നമ്മൾ എത്ര എക്സ്പേർട്ട് ആവണു എന്നതിനനുസരിച്ച് തന്നെ അവിടെ അവരുടെ വേതന വ്യവസ്ഥയിലും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതിപ്പോ ഡെന്റൽ മേഖലയിൽ മാത്രമല്ല, നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോകുമ്പോൾ ഒരു സീനിയർ അഡ്വക്കേറ്റിന് കൊടുക്കേണ്ട ഫീസാണോ ഒരു ജൂനിയർ അഡ്വക്കേറ്റിന് വേണ്ടി വരിക എന്ന് ആലോചിച്ചാൽ, അഡ്വക്കേറ്റിനല്ല ഏത് മേഖലയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. എക്സ്പെർട്ട് ആകുന്നത് മൂലം അവർക്ക് ഉണ്ടാകുന്ന അധിക വേതനത്തിന്റെ ചെലവും സ്വാഭാവികമായും ഈ വേരിയേഷൻ, ഇത്തരത്തിലുള്ള നിരവധി ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ റേറ്റ് വേരിയേഷൻസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് നമ്മളിപ്പോൾ നേരത്തെ ഡോക്ടർ ദിനേശ് ഇവിടെ സൂചിപ്പിച്ചു. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനമായ കാര്യം എന്താണെന്നറിയോ? ചെറുകിട ആശുപത്രികളും ഈ ഏക ഡോക്ടർ നയിക്കുന്ന ഡെന്റൽ ക്ലിനിക്കുകളുമാണ്. ചെറുകിട ആശുപത്രികൾ എന്ന് ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നോ, സ്വാഭാവികമായും അത് ഈ പെരുമയ്ക്ക് കോട്ടം തട്ടും. നമ്മുടെ നയങ്ങൾക്ക്, നമ്മുടെ സമീപനത്തിന് അത് ഹാനികരമാവും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വളരെ പ്രസക്തമായ പോയിന്റ് ആണ് ഡോക്ടർ ഈപ്പൻ. ഡോക്ടർ സുഭാഷ് പറഞ്ഞത് എക്സ്പെർട്ടൈസിന് ആര് വിലയിടുമെന്നാണ്. ഈ ദന്ത മേഖലയിൽ നിരവധി സ്പെഷ്യലിസ്റ്റ് ഉള്ള കാര്യം സമൂഹത്തിൽ എത്ര പേർക്ക് അറിയാം? അതിനെക്കുറിച്ച് ഡോക്ടറിന്റെ അഭിപ്രായം എന്താ? അതായത് ദന്തമേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് 9ഓളം വ്യത്യസ്ത സ്പെഷ്യലിസ്റ്റുകളും സ്പെഷ്യാലിറ്റി കേഡറും ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ദൈനംദിന ദന്തക്ഷയങ്ങൾ അല്ലെങ്കിൽ ദന്തഭാഗങ്ങൾ ഉണ്ടാകുന്ന കേടുപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്പെഷ്യാലിറ്റികൾ ഏകദേശം 5-6 ആണ്.
ഒട്ടുമിക്ക ഡെന്റൽ ക്ലിനിക്കുകൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഏകദേശം 6000-ഓളം അല്ലെങ്കിൽ 7000-ഓളം ക്ലിനിക്കുകളിലായിട്ട് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ ദന്ത ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക ക്ലിനിക്കുകളിലും ഈ ചികിത്സകളെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ചികിത്സ ചെയ്യാനായിട്ട് സ്കിൽ കുറവുള്ള ഡോക്ടർമാർക്ക് എല്ലാ ക്ലിനിക്കുകളിലും സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം അത് സ്കില്ലുള്ള ജൂനിയർ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്, അല്ലാതെ സ്പെഷ്യലിസ്റ്റ് വഴി ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിന് അത് കിട്ടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇപ്പൊ കേരള മോഡൽ എന്ന് പറയുന്നത് വെളിപ്പുറത്തൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഓടി ക്ലിനിക്കിൽ എത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ യൂറോപ്യൻ കൺട്രികളിലോ അല്ലെങ്കിൽ വെളിയിലുള്ള ഏത് രാഷ്ട്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഡെന്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടണേ തന്നെ മാസങ്ങളോളം എടുക്കും. ഒരു വേദന അസ്വസ്ഥതയായിട്ടിരിക്കുന്ന ഒരു രോഗിക്ക് അതിനുള്ള ഒരു ശമനം കിട്ടണമെങ്കിൽ മാസങ്ങളോളം എടുക്കും. കേരളത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 6000-ഓളം അവിടെയായിട്ടുള്ള ഡെന്റൽ ക്ലിനിക്കൽ, പ്രൈവറ്റ് ക്ലിനിക്കൽ വഴി നമ്മൾ ഏത് രോഗിക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ തന്നെ അവരുടെ വിദഗ്ധ ചികിത്സയും അത് സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം വരെയും ലഭ്യമാക്കാൻ സജ്ജരാണ് കേരളത്തിലെ എല്ലാ ഡെന്റൽ ക്ലിനിക്കുകളും. അന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ഇവിടെ കേരളത്തിൽ കൊടുക്കാൻ സാധിക്കും, ലോകോത്തര നിലവാരമുള്ള ചികിത്സ. താങ്ക് യു ഡോക്ടർ സജു. ചെലവ് കുറയ്ക്കാൻ വേറൊരു വഴി നമുക്ക് സർക്കാർ മേഖലയിൽ ഡെന്റിസ്റ്റുകളുടെ നമ്പർ കൂട്ടുകയാണ്. പക്ഷേ നമ്മളുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഡെന്റിസ്റ്റുകൾ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ടോ? ഡെന്റിസ്റ്റുകൾ സർക്കാർ മേഖലയിൽ നിലവിലുണ്ടോ? അതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളായാലും അവിടെയൊന്നും ഇപ്പോൾ ഡെന്റിസ്റ്റുകൾ ഇല്ല. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് പലപ്പോഴും ഗവൺമെന്റ് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ദന്ത വിഭാഗം എന്ന് പറഞ്ഞാൽ. അവര് ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഡെന്റൽ കോളേജിലോ പോയി വേണമെങ്കിൽ പൊതുജനങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തോട്ടെ എന്നുള്ള. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ഓഡിയൻസിന് കിട്ടിയത്. ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിലെ ഡെന്റൽ കെയറിന്റെ സവിശേഷതകളെല്ലാം പറയുകയുണ്ടായി. എന്നാൽ സാധാരണക്കാരൻ ആശ്രയിക്കുന്നത് ഒരു സർക്കാർ സംവിധാനത്തെയാണ്. ഇപ്പൊ ഡോക്ടർ ചോദിച്ച പോലെ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിലെ ഡെന്റൽ സർവീസുകൾ ഇന്ന് വേണ്ടത്രയും ഉണ്ടോ? ഇല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കേരളത്തിലെ ഹെൽത്ത് സർവീസിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലുമാണ്. പിന്നെ 40ഓളം CSCകളിലും ഡെന്റൽ സർജന്മാരുടെ പോസ്റ്റ് ഉണ്ട്. ഇനി പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെയുള്ള ക്ലിനിക്കുകളിൽ ഡെന്റൽ സർജന്മാരുടെ തസ്തിക വരികയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള സേവനം നമ്മുടെ ഈ മേഖലയിൽ കാഴ്ചവെക്കാൻ സാധിക്കും. എപ്പോഴും ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മളൊരു പ്രപ്പോസൽ വെക്കുമ്പോൾ എപ്പോഴും ഗവൺമെന്റ് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ഫിനാൻഷ്യൽ ബർഡൻ, സാമ്പത്തിക ബാധ്യത. അപ്പോൾ ഒരു ഡെന്റൽ സർജനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അനുബന്ധമായിട്ടുള്ള ഒരു ക്ലിനിക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫുകളെ, ഹൈജീനിസ്റ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, സ്റ്റാഫ് നഴ്സ്, ഇത്തരം ഒരു ടീമിനെ ആയിട്ട് നമുക്കൊരു ക്ലിനിക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ഒരു ഫിനാൻഷ്യൽ ബാധ്യതയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് പബ്ലിക്കിന്റെ ഭാഗത്തു നിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിനുള്ള ഒരു ആവശ്യം വരുമ്പോഴാണ് ഗവൺമെന്റും ആ ഒരു തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഡ്രൈവ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ കാലയളവിൽ കുറച്ചു നാളായി കണ്ടിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടിരിക്കുന്നത് NHM, നാഷണൽ ഹെൽത്ത് മിഷനിലൂടെ ഉള്ള സേവനങ്ങൾ കൊണ്ടാണ്. ഇന്ന് ദന്ത മേഖലയിൽ അത്തരം സേവനങ്ങൾ കേരളത്തിൽ ലഭ്യമാണോ? തീർച്ചയായിട്ടും. ഇപ്പം NHM പോസ്റ്റിങ്ങുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് വരെ ഉണ്ട്. ഓരോ ജില്ലയിലും ഓരോ 1-2 സ്പെഷ്യലിസ്റ്റുമാരെയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. NHM ഡെന്റൽ സർജൻസ് ഒന്നിലധികം സ്ഥാപനങ്ങളിലായിട്ട് ഒരേ സമയം പോസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പോസ്റ്റിംഗ് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡെന്റൽ സർജൻസിന് കുറച്ചും കൂടി ജോലി സാധ്യതകൾ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ പബ്ലിക്കിന് അത് വളരെയധികം ഉപയോഗപ്രദമാണ്. നേരത്തെ ആ ഡോക്ടർ സൂചിപ്പിച്ച പോലെ സർക്കാർ കാണുന്ന ഒരു പ്രശ്നം, ഒരു വശത്ത് തൊഴിൽ രഹിതരായിട്ടുള്ള ഡെന്റൽ ചെറുപ്പക്കാർ ഒരുപാട് ഉള്ളപ്പോഴും രോഗികൾ ഇഷ്ടം പോലെ ഡെന്റൽ ട്രീറ്റ്മെന്റ് കാത്തിരിക്കുന്നു. ഡോക്ടർ ഈപ്പൻ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് സജഷൻ വെക്കാൻ? എനിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ സജു പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഒരല്പം വിഭിന്നമായ അഭിപ്രായമാണുള്ളത്. കാരണം ഒരു പോസ്റ്റ് ഗവൺമെന്റ് ലെവലിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലുള്ള സാമ്പത്തിക ബേർഡനും അതിൻ്റെ ലയബിലിറ്റീസും എന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ജസ്റ്റ് ചില കണക്കുകൾ ഞാൻ പറയുകയാണ്. കാരണം കേരള സംസ്ഥാനത്തിലാണ് ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും 900ഓളം PHC സെൻറ്റേഴ്സാണ് നമുക്കുള്ള കേരളത്തിൽ. ഏകദേശം 300-ന് മേളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സാണ്.
141 മേൽ മൊത്തത്തിൽ താലൂക്ക് ഹോസ്പിറ്റലും ജനറൽ ഹോസ്പിറ്റൽസുമായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള നമ്മുടെ തസ്തികകൾ ഇപ്പം നിലവിൽ ഡെന്റിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം 300 മേലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വേക്കൻസീസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ഈ സർക്കാരെന്ന് പറയുകയും അത്രയും ജനലക്ഷങ്ങൾക്ക് സേവനം കൂടി ലഭ്യമാക്കാൻ ഈ ഗവൺമെൻറ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് സാധാരണക്കാരൻ കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് ചിന്തിക്കണം. അത് ആ ഒരു കാര്യം വരും മാത്രം. എന്തുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ലയബിലിറ്റി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം കൂടുതൽ ഡെന്റൽ സർജന്മാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. ജനലക്ഷങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ചികിത്സ സർക്കാർ അവിടെ എൻ്റെതായ ഒരു അഭിപ്രായം ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യം, പല പഞ്ചായത്തുകളിൽ നിന്നും ജനങ്ങള് ഞങ്ങൾക്കൊരു ആയുർവേദ ഡോക്ടറെ വേണം, ഞങ്ങൾക്കൊരു ഹോമിയോ ഡോക്ടർ വേണം എന്ന് ചോദിച്ച് സർക്കാരെ സമീപിക്കാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഡെന്റൽ ക്ലിനിക്ക് പഞ്ചായത്തിൽ വേണം എന്നുള്ളത് ആരും ചോദിക്കാറില്ല. അത് സൂചിപ്പിക്കുന്നത് നമ്മൾ വീണ്ടും ഈ ഡെന്റൽ കെയറിന്റെ പ്രത്യേകത സമൂഹത്തിലേക്ക് വീണ്ടും ഡീപ്പറായിട്ട് ചെല്ലണം എന്നുള്ളതാണ്. ഡോക്ടർ സിദ്ധാർത്ഥ്, ഈ രണ്ടുപേരും പറഞ്ഞതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ തസ്തികകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഇപ്പം അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് സർക്കാർ ജോലി കിട്ടി, സർക്കാർ സർവീസിൽ കിട്ടി ഡെന്റലില്. അവിടെ പോയ ഹോസ്പിറ്റൽ അതിനോട് സജ്ജീകരണമില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഡെന്റൽ കെയർ വർക്ക് ചെയ്യുന്നില്ല, കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഡെന്റൽ ക്ലിനിക്ക് വർക്കിംഗ് അല്ല. അപ്പോൾ ഈ തസ്തിക ഉണ്ടാകുന്നതുകൊണ്ട് ഡെന്റിസ്റ്റ് ഉണ്ടാകുന്ന ബെനിഫിറ്റ് പക്ഷെ പബ്ലിക്കിന് ഉണ്ടാകുന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്തായാലും ശമ്പളം കിട്ടുമായിരിക്കാം, പക്ഷെ പബ്ലിക് ഹൗ ഈസ് ബെനിഫിറ്റ് ഇല്ല. അപ്പം സജ്ജീകരണവും കൂടി നമ്മൾ സർക്കാർ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ പബ്ലിക്കിന് ബെനിഫിറ്റ് ഉണ്ടാവും. ഇത് തന്നെയാണ് നേരത്തെ ഡോക്ടർ സജു ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം. ഡോക്ടർ സജു, അങ്ങനെ ഇപ്പം ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെയുള്ള ഒരു സംഭവം വരുമ്പോൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഡോക്ടറെ തൽക്കാലം വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയിട്ട് ഈ ഓൾറെഡി ക്ലിനിക്ക് സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുകയും മറ്റേ ആദ്യത്തെ ആശുപത്രികളിൽ അതിനുള്ള ക്ലിനിക്ക് ആക്കിയതിന് ശേഷം അങ്ങോട്ട് മാറ്റും. അങ്ങനെ സാധാരണ ചെയ്തു വരാറുള്ളത്. പോസ്റ്റിംഗ് ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ജോലി തിരക്കുള്ള അതേപോലെ പേഷ്യൻസ് കൂടുതൽ വരുന്ന സ്ഥലങ്ങളിലോട്ട് വർക്കിംഗ് അറേഞ്ച്മെന്റ് DMO തരത്തിൽ ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, പ്രൈമറി ഹെൽത്ത് സെന്ററിലെ പോലെ തന്നെ നമുക്ക് ഈ ട്രോമ കെയർ സെന്ററുകളിൽ നമ്മുടെ ഡെന്റൽ സർജൻസിന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം അവസരങ്ങളിലൊക്കെ പിന്നെ നമുക്ക് പുതിയൊരു ആശയം വെക്കാൻ TMJ ക്ലിനിക്കുകൾ, ഇതെല്ലാം നമുക്ക് സർക്കാർ മേഖലയിലൊക്കെ തുടങ്ങാം. അപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ഡെന്റൽ സർജൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി അതിനകത്ത് വരും. അപ്പം അതിനകത്ത് അതേപോലെ ഒരു അവബോധം നമ്മളായിട്ട് തന്നെ സൃഷ്ടിച്ചെടുക്കണം. നമുക്കൊരു ഹെൽത്ത് പോളിസി ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമുക്കൊരു ഓറൽ ഹെൽത്ത് പോളിസി ഉണ്ടാവുന്നില്ല? ഓറൽ ഹെൽത്ത് പോളിസിയെ കുറിച്ചാണ് ചോദ്യം. 2017 കേന്ദ്ര സർക്കാരും തുടർന്ന് കേരള സർക്കാരും ശ്രമിച്ച് വേണ്ടത്രയും വിജയിപ്പിക്കാത്തൊരു കാര്യമാണ് ഓറൽ ഹെൽത്ത് പോളിസി. ഡോക്ടർ സജു, അതിനോടുള്ള പ്രതികരണം. NOHPയുടെ ഭാഗമായിട്ട് നമുക്ക് സാധനങ്ങൾ, ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ മെറ്റീരിയൽസും വാങ്ങിക്കാനായിട്ട് ഫണ്ട് വരാറുണ്ട്. ഇപ്പോഴും നമ്മൾക്ക് എല്ലാ സർക്കാർ ഡെന്റൽ സ്ഥാപനങ്ങൾ യൂണിറ്റുകൾക്കും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് അതിപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. വിതിൻ 2 or 3 വീക്സ് കിട്ടും. അത് വർഷത്തിലെ ഒരു തവണയാണ് സാധാരണ അതിനനുസരിച്ച് NOHPയുടെ ഫണ്ട് വരാറ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതുപോലെ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്, ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും. അവിടെ പോയി ഇപ്പം അത് പലതരത്തിലുള്ള ക്യാമ്പുകളുണ്ട്. ജീറിയാട്രിക് ക്യാമ്പുകളുണ്ട്, മൈഗ്രൻസിന് വേണ്ടിയിട്ട് ക്യാമ്പുകളുണ്ട്, ഫീമെയിൽ പേഷ്യൻസിന് വേണ്ടിയിട്ടുണ്ട്, കിഡ്സിന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റിലും DMO തന്നെ അലോട്ട് ചെയ്ത് തരും, ഇന്ന തരത്തിലുള്ള ക്യാമ്പാണ് നമ്മൾ നടത്തേണ്ടതെന്ന്. അങ്ങനെ നടത്തി അവര് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഓഡിയൻസിൽ വന്ന ഒരു ചോദ്യം ഡോക്ടർ സിദ്ധാർത്ഥനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ എല്ലാം പറയുന്നത് ദന്ത സമൂഹം പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് ശക്തി ആർജിച്ച് നിൽക്കുന്നു, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് നമ്മൾ തയ്യാറാണെന്നുള്ളത് സർക്കാരിനെ അറിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലതവണ പല നിവേദനങ്ങളായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഈ ദന്ത സമൂഹം ഒരു അവഗണന നേരിടുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പല രീതിയിലാണെങ്കിലും ഇപ്പം സർക്കാർ മേഖലയിലുള്ളവർക്കും അതറിയാം, പ്രൈവറ്റ് മേഖലയിലുള്ളവർക്കും അറിയാം. ചെയ്യേണ്ട സമയത്ത് പല കാര്യങ്ങളും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സമയങ്ങളിൽ അതൊന്നും നടന്നു കിട്ടിയിട്ടില്ല. ഈ ഓറൽ ഹെൽത്ത് പോളിസിന് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. സർക്കാർ ഒന്ന് കണ്ണു തുറന്ന് കണ്ടാൽ ഒരു സൈഡിൽ സർവീസ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ഒരു പ്രൈവറ്റ് സമൂഹം, എന്നാൽ നീഡുമുണ്ട്. ഇതിനെ ഒന്ന് ചേർത്ത് കൊണ്ടുവരേണ്ടത് സർക്കാർ തന്നെയാണ്.
കാരണം നേരത്തെ ചോദിച്ചതിന് ഒരു ഉപചോദ്യമായിട്ട് തന്നെ ഈ ഒരു ഓറൽ ഹെൽത്ത് പോളിസിയുടെ അഭാവം, സമഗ്രമായ ഒരു ഓറൽ ഹെൽത്ത് പോളിസിയുടെ, കാരണം ഒരു 97%, 97% ചികിത്സ പ്രൈവറ്റ് മേഖല, സ്വകാര്യ മേഖലയാണ് കേരളത്തിലും ഇന്ത്യയിലടക്കം തന്നെ. ലോകത്തെമ്പാടും അങ്ങനെ തന്നെയാണ്, അത് ഇന്ത്യയിലും അതേപോലെ തന്നെയാണ് നിർവഹിച്ചു പോരുന്നത്. അപ്പം അതിൽ ഒരു 90% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയും. അതായത് ഇൻഷുറൻസോ യാതൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് ജനങ്ങൾ ചികിത്സ സ്വീകരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ, അതായത് 97% പേഷ്യൻസിനെയും അബ്സോർബ് ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയാണ്. അതിൽ തന്നെ ജനങ്ങൾക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് നേരിടേണ്ടി വരുന്നു. ഈ ഒരു അവസരത്തിൽ പ്രൈവറ്റ് മേഖലയെ സഹായിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത് ഒരു ജനസേവനം കൂടിയാണ്. കാരണം ജനങ്ങൾക്ക് ഇത്രയധികം സർവീസ് നൽകുന്ന ഒരു മേഖല പ്രൈവറ്റ് ഡെന്റൽ സെക്ടർ, പ്ലസ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കാരണം ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ദന്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർക്ക് കയ്യിൽ നിന്ന് കാശെടുക്കേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻഷുറൻസ്, ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഇൻഷുറൻസ് നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനില്ലേ? അതുപോലെ ഈ പ്രൈവറ്റ് ഡെന്റൽ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ ഗവൺമെൻറ്റിന് വേണ്ടേ? അവിടെയൊക്കെ ഈ സമഗ്രമായ രീതിയിൽ ഒരു ഓറൽ ഹെൽത്ത് പോളിസി ഉണ്ടെങ്കിൽ അത് സഹായിക്കില്ലേ എന്ന്. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള അവബോധം, ഇതിനൊക്കെ ഫണ്ട് അലോക്കേഷൻ വേണമെങ്കിൽ ആദ്യം ഒരു പോളിസി വേണ്ടേ? അപ്പം അതിൻ്റെ ഒരു അഭാവം വല്ലാത്ത രീതിയിൽ നിഴലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു പോളിസി അല്ലേ എന്നാണ് ചോദ്യം. നമ്മുടെ കൂടെ സർക്കാരിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ മിലി ജെയിംസ് ഇവിടെയുണ്ട്. ഡോക്ടർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റും നമ്മുടെ സർക്കാർ മേഖലയും തമ്മിലുള്ളൊരു ബ്രിഡ്ജിങ്, അതിൽ ഒരു പദ്ധതി ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്, മന്ദഹാസം. അതിൽ ഒത്തിരി പ്രൈവറ്റ് ക്ലിനിക്കുകളും പ്രൈവറ്റ് ഡെന്റൽ കോളേജുകളും എൻറോൾ ചെയ്ത്, അത് ശരിക്കും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അത് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മുഴുവൻ പല്ല് സെറ്റ് വെക്കുന്നതിനുള്ള പദ്ധതി. അതിൽ ഒത്തിരി പ്രൈവറ്റ് ഡെന്റിസ്റ്റുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഡെന്റൽ കോളേജുകളും അതിൽ എൻറോൾ ചെയ്യുകയും, അതുപോലെയുള്ള പ്രോജക്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കമാണ്. അത് ട്രയൽ ആൻഡ് എറർ ബേസിസിൽ ഇഫ് ഇറ്റ് ഇസ് നല്ല ഒരു വിജയത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അതുപോലെയുള്ള കാര്യം, സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ തന്നെയും ഓവർ ബേർഡൻഡ് ആണ്. നമുക്ക് താങ്ങാൻ ആവുന്നതിലപ്പുറം പേഷ്യൻ്റ് നമുക്കുണ്ട്. കാര്യം മനുഷ്യന് ജീവൻ ഒന്നേ ഉള്ളൂ, പല്ല് 32 ഉണ്ട്, 32,000 പ്രശ്നങ്ങളുമുണ്ട്. എല്ലാം കൂടെ ഒരു 8 മണി മുതൽ 1 മണി വരെ ഇരുന്ന് നമ്മുടെ ഒ പിയിൽ ഒരു 100 പേഷ്യൻറ്റിനെ നോക്കി തീർക്കാനേ പറ്റൂ. മാക്സിമം പോയ 30 അല്ലെങ്കിൽ 40 ചികിത്സ കൊടുക്കാം. അതിൽ തന്നെ എത്ര എണ്ണം? അപ്പോൾ നമുക്ക് ലിമിറ്റേഷനുണ്ട്. ബാക്കിയുള്ള രോഗികൾക്ക് ചികിത്സ അവർ അർഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് സെക്ടറിലുണ്ട്, പക്ഷേ അത് ചില മേഖലകളിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത് പത്തോളജി, അതായത് ഈ അർബുദം അങ്ങനെ അല്ലെങ്കിൽ സിസ്റ്റ് അങ്ങനെയുള്ള രോഗങ്ങൾക്ക്, ഇല്ലെങ്കിൽ ആക്സിഡന്റ്. എന്നാൽ ഭൂരിഭാഗം ഡെന്റൽ കെയറും തൽക്കാലം ഇൻഷുറൻസിൽ നിന്നും പുറത്താണ്. പല്ലെടുക്കുന്നത്, ഇമ്പാക്ഷൻ സർജിക്കൽ അങ്ങനെയുള്ളതിനൊക്കെ ഈ പറയുന്ന RSBY എന്ന് പറഞ്ഞൊരു ഇതിൽ കവറേജ് ഉണ്ട്. അത് നമ്മുടെ ചികിത്സാ കാർഡിൽ കവറേജ് ഉണ്ട്. പക്ഷേ അഡ്മിറ്റ് ചെയ്ത് ചെയ്യണം. അത് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് മേഖലയിൽ അതിനേക്കാൾ ഉപരി കൂടുതലും ഈ സ്മൈൽ ഡിസൈനിങ്, അതുപോലെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല ചികിത്സകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസിൽ കവേർഡ് അല്ല. അതിന് പക്ഷേ പല ശ്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടെന്നാണ് കേട്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ അതിന് ശരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് IDA നേതൃത്വം എന്നുദ്ദേശിക്കുന്നത് സംസ്ഥാന ഘടകം മാത്രമല്ല, നാഷണൽ ലെവലിലാണ് അവർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്നത്. കാര്യം എങ്കിൽ അവിടെ ഒരു മാറ്റം വരികയാണ്. അവിടെ ശ്രമിക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഈ പറയുന്ന ഡിസ്കഷനുകളിൽ IDA, അതായത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നാഷണൽ പങ്കാളിയാകുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ മാറ്റം വരുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും പോളിസി ഡിസിഷൻസും മാറ്റങ്ങളും വരുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. മാറ്റങ്ങൾ വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പം ഡോക്ടർ ദിനേശ് പറഞ്ഞു, ഡോക്ടർ മിലി പറഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. അതായത് നമ്മുടെ ഇവിടെയുള്ള രോഗികൾക്ക് പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കേണ്ട അവസ്ഥ, കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ് അവർക്ക് പലപ്പോഴും ആവശ്യമുണ്ടെങ്കിലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡെൻ്റൽ അസോസിയേഷൻ പല ആവർത്തി നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ വർഷവും ഇൻഷുറൻസ് സ്കീമിൽ നമ്മുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഈ വർഷത്തെ എല്ലാ നിവേദനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമുക്ക് ഈ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ സ്കീം EMI സ്കീംസാണ്. അതായത് നമ്മൾ പ്രൈവറ്റ് കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പക്ഷേ അതേസമയം
EMI സ്കീമിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിധത്തിൽ പേ ചെയ്യുന്ന ലെവലിലേക്കുള്ളൊരു സിറ്റുവേഷൻ, അതനുസരിച്ച് സ്കീംസും ഇപ്പോൾ IDA വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലുമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഓൺ വൺ സൈഡ് ആവശ്യമായ ചികിത്സ കോസ്റ്റ്ലി എന്നുള്ള വ്യാജന എടുക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ കവർ ചെയ്യാൻ ഒരു വി ആർ ആക്ച്വലി ട്രൈങ് ഫ്രം ഔട്ട് സൈഡ് ഒരു EMI സ്കീം. 2, സർക്കാരിനോട് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനെ ഇൻഷുറൻസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആവർത്തിച്ചുള്ള നിവേദനവും നമ്മുടെ തീർച്ചയായും. നേരത്തെ ഡോക്ടർ മിലി സൂചിപ്പിച്ച ഒരു ഏരിയ മന്ദഹാസം എന്ന പദ്ധതിയാണ്. കേരളത്തില് പ്രായമേറുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അവർക്കെല്ലാം പല്ലുകളുടെ ആവശ്യമുണ്ട്. അതിൽ കാലാകാലങ്ങളിൽ ആ പദ്ധതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് അത് പ്രൈവറ്റ് ഡെന്റിസ്റ്റിനും കൂടി ഗുണകരമാവുന്ന രീതിയിലേക്ക് ആ പദ്ധതി മോഡിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാൽ പ്രൈവറ്റ് ഡെന്റൽ പ്രാക്ടീഷണേഴ്സിൽ ആ പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുകയും കൂടെ തന്നെ സർക്കാരോട് നമ്മൾ ഇതിന് തയ്യാറാണ് എന്നൊരു സന്ദേശം കൊടുക്കാൻ IDA തയ്യാറാണ്. തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇവിടെ കേട്ട വിഷയങ്ങൾ രോഗികളുടെ ചെലവുകളെ കുറിച്ചാണ്. എന്നാൽ ഡോക്ടർ മാധവൻ wanted to ask some. യെസ് ഡോക്ടർ ചോദിച്ചോളൂ. ദന്തമേഖലയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് മെറ്റീരിയൽസിൻ്റെ മുകളിലാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി വിരൽ തുമ്പിലാണ്. അപ്പോൾ പുതിയ ടെക്നോളജികൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചികിത്സ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടില്ലേ. അത് നമ്മുടെ സാധാരണക്കാർക്ക് ആ ചികിത്സകൾ ലഭ്യമാക്കണ്ടേ. അപ്പോൾ അതിൽ ഡെൻ്റൽ ക്ലിനിക്ക് പ്രത്യേകിച്ച് 97% പ്രൈവറ്റ് മേഖലയിലാകുമ്പോൾ ആ ചികിത്സകൾ സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ ചിലവ് ഏറില്ലേ. തീർച്ചയായിട്ടും. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ചെലവേറുന്നതിന് പല കാരണങ്ങളിൽ ഒന്ന് ന്യൂവർ അഡ്വാൻസ്മെന്റ്സ് വളരെ പെട്ടെന്ന് സമൂഹത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം കൂടി ഉണ്ട്. അപ്പൊ അടുത്ത ഒരു പ്രധാന വെല്ലുവിളി നമ്മൾ നേരിടുന്നത് നമ്മുടെ ഇടയിലുള്ള സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ പുതിയ തലമുറ നേടുന്ന പ്രശ്നങ്ങളാണ്. ഒരുപാട് ഡെന്റിസ്റ്റുമാര് പെർ ഇയർ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. ഏകദേശം 28 ഡെന്റൽ കോളേജുകളായി 2000-ൽ പരം ഡെന്റിസ്റ്റുമാരാണ് പ്രതിവർഷം സമൂഹത്തിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. ഇവരുടെ ഒരു പ്രശ്നങ്ങൾ എന്താണ്, പ്രധാന വെല്ലുവിളികൾ എന്താണ്? നമ്മുടെ കൂടെ കുറച്ച് യുവ ഡോക്ടർമാരുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. ആസ് എ യങ് ഡെന്റിസ്റ്റ് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്? So, ഒരു genuine question, after all this discussion and everything, ഒരു concern ആണ്, do we have scope for this field? ഇപ്പം കുറേ ചാലഞ്ചസ് വരുന്നുണ്ട്. ഇപ്പം ഡെന്റിസ്ട്രിയിൽ റോബോട്ടിക്സ് വരുന്നുണ്ട്, ഡെന്റിസ്ട്രി റിലേറ്റഡ് വിത്ത് AI വരുന്നുണ്ട്. അപ്പം ആസ് ഹ്യൂമൻ സോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ഡു വി ഹാവ് എനി മോർ സ്കോപ്പ് ഓർ ഫർദർ ചാലഞ്ചസ്? ഡോക്ടറിന്റെ ആ ഒരു ടെൻഷൻ പാൽപ്പബിൾ ആണ്. ഡോക്ടർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ ഇടമുണ്ടോ എന്നാണ്. ഡോക്ടർ ഈപ്പൻ. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച് ഇറങ്ങുന്ന നമ്മുടെ ദന്തശാസ്ത്രത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാനമായ സ്കില്ലുണ്ടെങ്കിൽ അതനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴുമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പിന്നെ പ്രാക്ടീസ് മാത്രമല്ല, നമ്മുടെ ഒരു ഡെന്റിസ്ട്രി പഠിച്ചിറങ്ങിയാൽ നമുക്കുള്ള ഒരു ഫീൽഡ് അല്ലെങ്കിൽ കരിയേഴ്സ് ഇൻ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു നല്ല വാക്ചാതുര്യ വ്യക്തിയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാം. അതിനുശേഷം അക്കാഡമിക്സിൽ വേണമെങ്കിൽ നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ എടുത്ത് പോകാം. അതല്ല, നിങ്ങൾക്ക് റിസർച്ച് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസിൽ പോകണമെങ്കിൽ ആ ലെവലിൽ പോകാം. നിങ്ങൾക്ക് വെളിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം, ഹയർ സ്റ്റഡീസ് അങ്ങനെ പോകാം. അല്ലാതെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ഓൺടർപ്രനർ ആവണമെങ്കിൽ അങ്ങനെ ആവാം. സോ പ്രാക്ടീസ് മാത്രമല്ല ഒരു ഡെന്റിസ്ട്രി പഠിച്ച് പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുന്നോട്ടുള്ള ഒരു കാരിയർ. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു, അഡിക്വേറ്റ് സ്കിൽസ്, എക്സ്പെർട്ടീസ്, ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കറക്റ്റ്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വോണ്ട് ജസ്റ്റ് കം ആൻഡ് നോക്ക് യുവർ ഡോർ. അത് നമ്മൾ തേടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡിക്വേറ്റ് എക്സ്പീരിയൻസും സ്കില്ലും ഉണ്ടെങ്കിൽ റൈറ്റ് പ്ലേസിലാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ ബിനു, ഒരു കുറേ വർഷം പ്രൈവറ്റ് ഡെന്റൽ കോളേജ് അധ്യാപകൻ നിലയും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിരുന്ന താങ്കൾക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് കാരണം ഇത്രയും അൺഎംപ്ലോയ്മെന്റ് ഇൻ ഡെന്റിസ്റ്റ് കൂടാൻ ഉള്ള കാരണങ്ങളും നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് ആ കാര്യത്തിലേക്ക് സൂചിപ്പിക്കാനുണ്ടോ? ഒന്നാമത് 26-28 ഡെന്റൽ കോളേജസ് കേരളത്തിലുണ്ട്. അതിൽ 20ഓളം ഡെന്റൽ കോളേജ് പ്രൈവറ്റ് മേഖലയിലാണ്. അപ്പോൾ ഒരു വർഷം തന്നെ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് 300-ൽ പരം PG പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് വേറെയുണ്ട്. 6000-ൽ പേരിൽ കുട്ടികളാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇപ്പൻ സാറ് കറക്റ്റ്ലി പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് എ പാഷൻ,
നിങ്ങൾക്ക് അതിനുള്ളൊരു ശ്രമമുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി വോണ്ട് കം ആൻഡ് നോക്ക് യുവർ ഡോർ. നമ്മൾ തേടി പോകണം. ഇപ്പം ആ കുട്ടി തന്നെ പറഞ്ഞൊരു ക്വറി, എന്താണ് ഞങ്ങളുടെ ഭാവി, AI വന്നാൽ നമ്മുടെ ഭാവി എന്താണെന്ന് പറഞ്ഞു. ഡിജിറ്റൽ ഡെന്റിസ്ട്രി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മുമ്പിലെ സ്കോപ്പ് വാസ്റ്റാണ്. നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന AI ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളാണ് AI ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സ്കോപ്പ് ഇസ് സ്റ്റിൽ ദെയർ. നമുക്ക് ആ പാഷൻ വേണം, വർക്ക് ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി വേണം, ഇൻറ്റഗ്രിറ്റി വേണം. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എവറിത്തിങ് വിൽ ഹാപ്പൻ. ഫ്യൂച്ചർ ഈസ് സ്റ്റിൽ ലുക്രേറ്റീവ്. എന്നാൽ ഈ സെക്ടറിലുള്ള എംപ്ലോയബിലിറ്റി കുറവാണെന്നുള്ള സന്ദേശം രക്ഷിതാക്കൾക്കുണ്ട് എന്ന് ഡോക്ടർ ചെറിന് തോന്നുന്നുണ്ടോ? ഡെന്റൽ കോളേജിലേക്ക് BDS ജോയിൻ ചെയ്യിപ്പിക്കുന്ന രക്ഷിതാക്കളെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. എൻ്റെ മകളോ മകനോ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ നാളത്തെ രക്ഷിതാവും ഡെന്റിസ്ട്രി ഒരു ഓപ്ഷൻ ചിന്തിക്കണം. രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും, ഒന്ന് വിടണോ വേണ്ടയോ എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ. കാരണം ഈ കൊച്ചു കേരളത്തിൽ 30-നടുത്ത് ഡെന്റൽ കോളേജുകളുണ്ട്. ഇവിടുത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഡെന്റിസ്റ്റ് പോപ്പുലേഷൻ റേഷ്യോ 1:7,000 ആണ് വേണമെന്ന് പറയുന്നത്, 7,500. ആക്ച്വലി ഇപ്പം തന്നെ കേരളത്തിൽ അത് 1:1,500 ആയി. അന്നേരം ഈ പഠിച്ചിറങ്ങി വരുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ റേഷ്യോയിലൊന്നും കിട്ടത്തില്ല. മാത്രമല്ല ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൽ ഇപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡെന്റൽ ക്ലിനിക്കുകളുടെ എണ്ണം തന്നെ 16,000 ഉണ്ട്. എല്ലാ കേരളത്തിലെ മുക്കിലും മൂലയിലും 5-6 ക്ലിനിക്കും ഉണ്ട്. അന്നേരം അങ്ങനെയാണ് ഇരിക്കുന്നത്. അന്നേരം അത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഡെന്റിസ്റ്റുമാരെല്ലാം നല്ലോണം കാശുണ്ടാക്കുന്നുണ്ടല്ലോ ഡോക്ടറെ. അപ്പൊ യുവതലമുറ വിഷമിക്കേണ്ടതുണ്ടോ? യുവതലമുറയുടെ പ്രശ്നം, അവർക്ക് പാസ്സായി വന്ന അപ്പോൾ തന്നെ ക്ലിനിക്ക് ഇടാൻ പറ്റില്ല. അവർ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ്, പലപ്പോഴും കോളേജിൽ നമുക്ക് പഠിപ്പിക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ഇത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഡെന്റിസ്റ്റിന് കീഴിൽ വന്നിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കൺസിഡറേഷൻ പലപ്പോഴും കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു പരാതി അവർക്ക് എപ്പോഴും ഉണ്ട്. അത് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു ഈ പ്രശ്നം പരിഹരിക്കാൻ ഐഡിയക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? അതിൽ ഒരു സൂചിപ്പിക്കേണ്ട ഒരു ഐഡിയ എന്നതിനപ്പുറം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ ഡെന്റിസ്റ്റ് രോഗി അനുപാതം എന്നതിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുക്കണം. ഡെന്റിസ്റ്റ് രോഗി അനുപാതം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 1:7,500 അനുപാതം 7,500. കേരളത്തിൽ 2020 തന്നെ അത് 1:1,500. 2030 ആകുമ്പോഴേക്കും കേരളത്തിൽ അത് 1:733 ആകും എന്നാണ് പ്രവചനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 27 ഡെന്റൽ കോളേജുകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയണം. ഏകദേശം 2000-ലധികം കുട്ടികൾ പഠിച്ചിറങ്ങുന്നു ഓരോ വർഷവും. കേരളത്തെ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്നതും വിദേശത്ത് നിന്ന് പഠിച്ചിറങ്ങുന്നതുമായിട്ടുള്ള കുട്ടികൾ കൂടി കേരളത്തിൽ എത്തുന്ന പക്ഷം ഒരു വർഷം എത്ര കുട്ടികളാണ് ഈ മേഖലയിൽ തന്നെ വന്നിറങ്ങുന്നത്? വിദേശങ്ങളിലൊക്കെ ജോലി ആവശ്യം, അതായത് നീഡ് അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലൊരു ചിന്തയല്ല നമുക്കുള്ളത്. അപ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും റിലേറ്റഡ് ടു ദി നീഡ് എന്നുള്ള തരത്തിലേക്ക് ഒരു ചിന്ത പോയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം. ഡോക്ടറെ, നമ്മുടെ സർക്കാരും ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമാണ് ഒരു കോളേജ് തുടങ്ങാൻ സാധിക്കുക. എന്നാൽ ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. പരിശോധിക്കണ്ടേ? ഇത് പുതിയ ഡെന്റൽ കോളേജുകൾ കേരളത്തിൽ അനുവദിക്കപ്പെടുമ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അനുവദിക്കപ്പെടുമ്പോൾ അതാത് ഏരിയകളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയൊക്കെ നടത്തി ആവശ്യവും നീഡ് അനുസരിച്ച് മാത്രമേ അത് അനുവദിക്കാവൂ. ഒരു കാര്യം. 2, നമ്മൾ ഈ നിലവിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്കൂൾ വിദ്യാഭ്യാസ തലത്തിൽ തന്നെ ദന്താരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനങ്ങൾ വളരെ കുറവാണ്. കുറച്ചുകൂടി കൃത്യവും വ്യക്തവുമായിട്ടുള്ള ദന്താരോഗ്യ മേഖലയെ, ദന്ത സംരക്ഷണത്തിന്റെ ആവശ്യകതയും കുറിച്ച് അവരുടെ സിലബസിൽ തന്നെ ഹൈസ്കൂൾ, സ്കൂൾ തലങ്ങളിൽ ഉണ്ടാകേണ്ടതും ഈ ബോധവൽക്കരണത്തിന്റെ വേറൊരു ആംഗിളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മുടെ പുതിയ ഇൻവെൻഷൻസിനെ കുറിച്ചിട്ട്. ലോകത്ത് എവിടെ നടക്കുന്ന പുതിയ കണ്ടുപിടുത്തമാണെങ്കിലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന, ദന്താരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തിലെ ഏതൊരു മുക്കിലും മൂലയിലും നമുക്കിന്ന് മാസങ്ങൾക്കകം ലഭ്യമാകുന്ന രീതിയിൽ കേരളത്തിലെ ദന്ത ഡോക്ടർമാർ വളർന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം
ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ ഇടപെടലുകളാണെന്നുള്ളതാണ് വസ്തുത. അതായത് CDE പോലുള്ള ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നിരന്തരമായി നടത്തുന്ന പഠന പ്രക്രിയകളിലൂടെയാണ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ഇതിനെല്ലാം പുതിയ വെല്ലുവിളികളെ നേരിടാനായിട്ട് യുവതലമുറയെ സജ്ജമാക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇതിൽ പറഞ്ഞു വന്നത്, ഈ പുതിയ ഇൻവെൻഷൻസ് വരുമ്പോൾ പുതിയ എക്യുപ്മെന്റ്സ് വരുമ്പോൾ അതിന്റെ ചെലവുകൾ വരും. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിലവിലെ ഡെന്റിസ്റ്റ് തന്നെ ചുരുങ്ങിയ ചെലവിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ദന്താരോഗ്യം പ്രാപ്തമാക്കാൻ പാടുപെടുകയാണെന്നാണ് വസ്തുത. ആ ഡോക്ടർക്ക് ഒരു ചോദ്യമുണ്ട്. പുതുതായി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോബ് കിട്ടാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഐഡിയയിലുണ്ടോ? IDA ഇപ്പോൾ ഒരു ജോബ് സെല്ല് തുടങ്ങിയിട്ടുണ്ട്. ആ ജോബ് സെല്ല് വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് IDA മെമ്പേഴ്സിൻ്റെ ക്ലിനിക്കിൽ അവരുടെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച്, ചിലർക്ക് 1 മാസത്തേക്ക് വേണം, ചിലർക്ക് 2 മാസത്തേക്ക് വേണം, ചിലർക്ക് ഇന്ന സ്കില്ലുകളുള്ള ആൾക്കാർ വേണം, ചിലർ ഇന്ന സാലറി കൊടുക്കാൻ തയ്യാറാണ്, ചിലർക്ക് ഇന്ന ലൊക്കാലിറ്റിയുള്ള ആൾക്കാർ വേണം. അതനുസരിച്ച് സോർട്ട് ചെയ്ത് CV സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ IDA മെമ്പേഴ്സിന് ആ CV സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ജോബ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി IDA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് മാത്രം പോരാ. ദാറ്റ് ഇസ് ഓൺലി വൺ പാർട്ട് വിച്ച് ആൻ അസോസിയേഷൻ ക്യാൻ ഡു ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. ബട്ട് ഗവൺമെൻറ് തലത്തിലും ഇതിനുള്ള ശക്തികൾ കൂടണം, ഈ പറയുന്ന സജ്ജീകരണങ്ങൾ കൂടണം. മാത്രമല്ല കോളേജുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയണം. ഇനി കൊടുക്കാനേ പാടില്ലെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേസ് ഇപ്പം നിലവിൽ കോടതിയിലുണ്ട്, ഈ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു കോളേജിനെതിരെ തന്നെ. അതിപ്പോഴും നടക്കുന്നേ ഉള്ളൂ. ഇതിലൊന്നും ശക്തമായ ഇടപെടലുകൾ നിയമവ്യവസ്ഥയിലൊന്നും ഉണ്ടാവുന്നില്ല എന്ന് വളരെ ഖേദത്തോടെ തന്നെ പറയേണ്ടി വരും. നമുക്ക് വീണ്ടും നമ്മുടെ യുവാക്കളോട് തന്നെ തിരിച്ചു പോകാം. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നതായി തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കാം. ഈ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് ആയാലും പ്രൊമോഷൻസ് ആയാലും അതിനെക്കുറിച്ച് ഒരുപാട് കോൺട്രഡിക്ടറി ടോക്സ് ഉണ്ട്. അപ്പം എന്തുകൊണ്ട് അതൊന്നും ചെയ്തുകൂടാ എന്നുള്ളൊരു, ആ കൊച്ചു ഡോക്ടർക്ക് ഒരു കയ്യടി കൊടുക്കാം. ഏറ്റവും ബേണിംഗ് ഇഷ്യൂയിലേക്ക് തന്നെയാണ് ആ കൊച്ചു ഡോക്ടർ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ്. എന്തിനാ ഡോക്ടറെ ഈ പരസ്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ഡോക്ടർമാർ പരസ്യം ചെയ്തോട്ടെ, എന്താ തെറ്റ്? നമ്മുടെ പരസ്യങ്ങളുടെ കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കോഡ് ഓഫ് എത്തിക്സ് ഡിസൈൻ ചെയ്ത ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. നമുക്കെല്ലാം അറിയാം, 1948 കോഡ് ഓഫ് എത്തിക്സ് ഡെന്റിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. അതിനുശേഷം 2014 അത് അമെൻഡ് ചെയ്ത് റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് റെഗുലേഷൻസ് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭരണഘടന പോലെ തന്നെ ഡെന്റിസ്ട്രിയെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ അവസാന വാക്കാണ് ഈ കോഡ് ഓഫ് എത്തിക്സ്. ഇത് കർശനമായിട്ട് പരിപാലിക്കണം, കർശനമായിട്ട് നടപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് ഡെന്റൽ കൗൺസിലിൻ്റെ ഉദ്ദേശവും. പരമപ്രധാനമായ ഉദ്ദേശവും സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ആ കുട്ടി ചോദിച്ച പ്രകാരം 2014 റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാലഘട്ടമായിരുന്നില്ല. കാലഘട്ടം തുടങ്ങുന്നതേ ഉള്ളൂ. ഇതൊരു അഗ്രസീവായിട്ടുള്ള ലെവലിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഈ റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും കേരള ഡെന്റൽ കൗൺസിലെ സബ്സിഡറി പാർട്ടാണ് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ. ഞങ്ങൾക്കൊരു എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ഞങ്ങളുടേതായ പരിമിതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കർശന നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് എത്തിക്സ് ബോർഡ് അനുസരിച്ച് പരസ്യങ്ങൾ കർശനമായി നിരോധിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഡെന്റിസ്റ്റുമാർ പരസ്യം ചെയ്ത് ആൾക്കാരെ ആകർഷിച്ചോട്ടെ, എന്താ തെറ്റ്? ഡെന്റിസ്റ്റുമാര് നമ്മൾ കച്ചവടം ചെയ്യുന്ന രീതിയിലാണ് ഈ കോർപ്പറേറ്റ്സും അല്ലാത്തവരും ഒക്കെ പരസ്യം ചെയ്യുന്നത്. സാധാരണ ഡെന്റിസ്റ്റുകൾ ഒരു സർവീസ് ചെയ്യുമ്പോഴേക്കും അവർ പുതിയ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അറിയിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും മത്സരം മൂത്ത് കഴിയുമ്പോഴേക്കും ഈ വലിയ വലിയ ഫ്ലെക്സ് ബോർഡ്സ്, ബിൽ ബോർഡ്സ് ഒക്കെ രീതിയിൽ ഈ കോർപ്പറേറ്റ്സ് ചെയ്യുന്നതിനോട് സേവനം ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റിന് മാർക്കറ്റ് ചെയ്യാനായിട്ടോ അങ്ങനെ ചെയ്യാനോ പറ്റുകയില്ല. അതൊരു അൺഈവൻ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയുന്നത് ഇവിടെ 2 നീതി ഉണ്ടെന്നാണ്. സാധാരണ ഡെന്റിസ്റ്റിന് ഒരു നീതി, കോർപ്പറേറ്റിന് ഒരു നീതി, അങ്ങനെയാണോ? ഡോക്ടർ ചരൺ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഒരു അമിതമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കോർപ്പറേറ്റ്സിനെ കൊണ്ട് പറ്റും. കാരണം അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ ഡെന്റിസ്റ്റിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ലെവലിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവർ ഓവറായിട്ട് പൈസ ഇറക്കി അതുപോലെ വലിയ വലിയ തോതിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്
സാധാരണ ഡെന്റിസ്റ്റുമാർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ഡെന്റൽ കൗൺസിൽ, നിങ്ങൾക്കെല്ലാം അറിയാം, ഈ അടുത്തിടെ സംഭവിച്ച സംഭവവികാസങ്ങൾ വെച്ച് ഇതുപോലുള്ള കോർപ്പറേറ്റ്സിന്റെ അമിതമായ പരസ്യ പ്രചാരണങ്ങൾക്ക് ഡെന്റൽ കൗൺസിൽ കർശനമായ നടപടികൾ എടുക്കുകയും താൽക്കാലികമായി രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ വരെ കർശനമായിട്ട് എടുത്ത് അത് മീഡിയയിൽ വരികയും ചെയ്തതാണ്. അതാണ് ഡെന്റൽ കൗൺസിലിനെ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. IDA സെക്രട്ടറിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അഡ്വർടൈസിങ് അനുവദിച്ചൂടെ? കോർപ്പറേറ്റ്സിനാകാമെങ്കിൽ ഇൻഡിവിജ്വൽ ഡെന്റിസ്റ്റിനും ആയിക്കൂടെ? തീർച്ചയായിട്ടും. ഞാൻ വേറൊരു സിനാരിയോ പറയട്ടെ. പരസ്യം ചെയ്യാൻ അനുവദിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സാധാരണക്കാരൻ ഒരു ഡെന്റൽ ക്ലിനിക്ക് ഇടുന്നു, പരസ്യം കൊടുക്കുന്നു. അവൻ അതിന്റെ പിറകെ നടക്കാനുള്ള വോട്ടർ പ്രൊട്ടക്ഷനും തന്നെ വലിയതാണ്, ലൈസൻസ് ഉൾപ്പെടെ ഉള്ള. പരസ്യം കൊടുത്തു എന്ന് വയ്ക്കുക, ഒരു പരസ്യം കൊടുത്തു. ഇന്നത്തെ കാലത്ത് ഒരു പരസ്യം കൊടുക്കുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് അതിൻ്റെതായ ചെലവും കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കാണെങ്കിൽ പോലും ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു നിയമമായി കഴിഞ്ഞാൽ വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് കോർപ്പറേഷൻ വിത്ത് അഡ്വർടൈസിംഗ്? നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഒന്ന് ചെയ്യും, രണ്ട് ചെയ്യും, തീരും. അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ആ പ്രശ്നങ്ങൾ? കൊണ്ട് സമൂഹത്തിന് പ്രശ്നമുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോമിസസ് വരുന്നുണ്ട്. കമ്പിയുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒരു ചികിത്സയ്ക്ക് ഒരു സാഹചര്യത്തിന് പല ചികിത്സാ രീതികളുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അതിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, ബൈപ്പാസ് ചെയ്യാം, അങ്ങനെയുള്ള പല രീതികളുണ്ട്. എല്ലാത്തിനും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ സാഹചര്യത്തിനും ഉതകുന്ന ചികിത്സാ രീതി അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന ചികിത്സാ രീതി മാത്രമേ ചെയ്യാവൂ, ഇത് അറിയാത്തവർ എല്ലാം കഴിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞിരിക്കുന്ന അഡ്വർടൈസിങ് ദോഷം തന്നെയല്ലേ? ഡോക്ടർ ചോദിക്കും. പുതിയ ആൾക്കാർ ഐഡിയയിലേക്ക് വിളിക്കുമ്പോൾ അവർ അതാ പറയുന്നത്, ഐഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ളവർക്ക് പരസ്യം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അല്ല, ഇത് ഈ ഒരു കുട്ടി ചോദിച്ചത് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ചർച്ച വേറെ വഴിക്ക് പോയി. അതായത് കോർപ്പറേറ്റുകൾക്കാകാം, ബാക്കിയുള്ളവർക്കാകാൻ പറ്റില്ല. അങ്ങനെയല്ല. കോർപ്പറേറ്റുകൾക്കാണേലും അല്ലാത്തവർക്കാണേലും നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. നിയമം കാറ്റിൽ പറത്തി കോർപ്പറേറ്റുകൾ അവരുടെ സാമ്പത്തികമായ അതിപ്രസരം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് ഒരു പരിധിവരെ വേണ്ടുന്ന വിധത്തിൽ റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് വളരെ ഗൗരവമായിട്ട് അസോസിയേഷൻ എടുത്ത് അതേ രീതിയിൽ പരാതി വേണ്ടപ്പെടുന്ന ബോഡികളിൽ കേരള ഡെന്റൽ കൗൺസിൽ അറിയിച്ച് കേരള ഡെന്റൽ കൗൺസിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വേണ്ടുന്ന വിധത്തിൽ നടപടി എടുത്തതിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ആ വിധത്തിൽ കാണുന്ന ഹോർഡിങ്സും പലയിടത്തും നിന്നു പോയിട്ടുള്ളത്. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തോട്ടെ. ഇപ്പൊ ഡോക്ടർ സൂചിപ്പിക്കുന്നത് 2014 ഡോക്ടർ നേരത്തെ പറഞ്ഞ റെഗുലേഷന് പോലും പല്ല് ഇല്ല എന്നാണോ? കടിക്കാനുള്ള പല്ല് അതിലില്ല എന്നാണോ? ഓക്കെ, അതല്ല. അതിന് മനസ്സിലാക്കേണ്ട കാര്യം, കേരള ഡെന്റൽ കൗൺസിൽ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്വമേധയാ ഒരു പരാതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കാനായിട്ടുള്ള അധികാരം കേരള ഡെന്റൽ കൗൺസിലില്ല. അപ്പോൾ എപ്പോഴും ഒരു പരാതി ആരുടെയെങ്കിലും ഒരു സാധ്യതയോടുകൂടി ലഭിച്ചാൽ മാത്രമേ നിലവിലുള്ള അവരിൽ അടങ്ങിയിരിക്കുന്ന നിക്ഷിപ്തമായിരിക്കുന്ന പവേഴ്സ് വെച്ച് അവർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെയാണ് ഇപ്പോൾ ഈ വർഷം തൊട്ട് ഇന്ത്യൻ അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു എത്തിക്കൽ കമ്മിറ്റി തന്നെ ഫോം ചെയ്ത് സംസ്ഥാന തലത്തിലുള്ള ഇതുപോലുള്ള ഏതെങ്കിലും വിധത്തിൽ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനടി KDCക്ക് ഫോർവേഡ് ചെയ്യും. അതിങ്ങനെ വന്ന ഒരു തീരുമാനമാണ് ഇപ്പം നിലവിലുള്ള കമ്പിയുടെ കാലം കഴിയാതെ തന്നെയും ചിലരുടെ കാലം കഴിഞ്ഞതും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ഈ പോകുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും മെമ്പേഴ്സ് വരികേണ്ട ആവശ്യമില്ല. അസോസിയേഷൻ കൂടെയുണ്ട്. എല്ലാവിധ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഓഡിയൻസിലെ ആ ഡോക്ടർ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. IDA മെമ്പർ ആയാൽ പരസ്യം ചെയ്തുകൂടാ, എന്നാൽ പുറത്താണെങ്കിൽ പരസ്യം ചെയ്യാം എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. അതിന് കാരണവും പറയാം. കാരണം IDA മെമ്പേഴ്സിലേക്ക് നമ്മളെല്ലാം ഈ കഴിഞ്ഞ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ നിയമവലികളും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അവരെല്ലാം അതറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാതെയും അറിഞ്ഞ് അത് തെറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ വെളിയിലുണ്ട്. അത് ഇനി മുതൽ ഇങ്ങനത്തെയുള്ള തോന്നലുകൾ മാറി വരും എന്നുള്ളതാണ് നമുക്ക് അസോസിയേഷൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. കാരണം അത് IDA മെമ്പർ അല്ലായോ ആയിക്കോട്ടെ, പരാതി കിട്ടിക്കഴിഞ്ഞാൽ എന്തും നമ്മൾ KDCക്ക് ഫോർവേഡ് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പും അതോടൊപ്പം അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും നിലവിൽ ഉള്ള 2014 ഗൈഡ്ലൈൻസ് പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് നമ്മളെപ്പോഴും പ്രഷറൈസ് ചെയ്യും എന്നുള്ള ഉറപ്പും അസോസിയേഷൻ്റെ ഭാഗത്ത് നൽകുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ചട്ടങ്ങൾ 1948 ആദ്യമായി ഉണ്ടാക്കിയത്. അന്ന് വാട്സാപ്പ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല. തുടർന്ന് 2014 അത് മാറ്റി. എന്നാൽ അത് പ്രകാരമുള്ള റൂൾസ് വേണ്ടത്രയും മാറിയിട്ടില്ല. ഈ കാര്യങ്ങൾ കുറച്ചും കൂടി പെട്ടെന്നാവാൻ ഒരു ദന്ത സമൂഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇക്കാര്യത്തിൽ ഡോക്ടർക്ക് തന്നെ അറിയാവുന്ന പോലെ ഇപ്പോൾ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെ കാഷ് ചെയ്യുന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഓൾറെഡി കാഷ്ഡ് ആണ്. നാഷണൽ ഡെന്റൽ കമ്മീഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കുള്ള അടുത്ത പ്രതീക്ഷ അതാണ്. അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് പ്രത്യേക ഒരു ഭാഗമായി ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ സജഷൻസൊക്കെ 2023 അസോസിയേഷനിൽ നിന്ന് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെടുകയും
അത് സംസ്ഥാന തലത്തിലും ഓൾ ഇന്ത്യ ലെവലിലും നമ്മൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റിനുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യക്തമായ നിർദ്ദേശം നാഷണൽ ഡെന്റൽ കമ്മീഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ വരുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കാം. തീർച്ചയായും നല്ല വിശ്വാസമാണ്. ആ NDC റെഗുലേഷൻസിലേക്ക് ഐഡിയ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നോ, കൊടുത്തു കഴിഞ്ഞോ, ഒന്ന് വിവരിക്കാമോ? ഓൾറെഡി ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഒന്നും കൂടി കൊടുക്കാനാണ് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യം ഈ വിഷയങ്ങളിൽ ഓഡിയൻസിൽ നിന്നുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സമൂഹത്തിന് തെറ്റിദ്ധാരണാജനമായ പരസ്യങ്ങൾ ഇപ്പം ബ്ലോഗർമാർ വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് തെറ്റാന്നുള്ളത് സമൂഹത്തിനും മനസ്സിലാകേണ്ടതായ കാര്യമുണ്ട്. കാരണം അതിന് KDC എന്താണ് പറയാനുള്ളത്? ഇപ്പം KDCയിൽ സാധാരണഗതിയിൽ ഇങ്ങനൊരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഈപ്പൻ പറഞ്ഞതുപോലെ നമുക്ക് സ്വമേധയാ സുവമോട്ടോ കേസ് എടുക്കാനായിട്ട് KDCക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഒരു പരാതി കിട്ടണം. അതിൽ ഐഡിയ വളരെ പ്രൊആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ അൺഎത്തിക്കൽ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ സംഘടന എന്നുള്ള നിലയിൽ ഐഡിയ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പോൾ സുഷ ഡോക്ടർ ചോദിച്ച പോലെ ഐഡിയ ചേരുന്നത് കൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചോദ്യം, അത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഡോക്ടർ ഈപ്പൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. കാരണം അതിന് പലവിധ കാരണങ്ങളുണ്ട്. കാരണം ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഇല്ലായ്മ, പിന്നെ ഇതൊരു ലൂപ്പ് ഹോളായിട്ട് എടുത്തിട്ട് ആളുകൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു പരാതി KDCയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറേ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനുണ്ട്. ആ പ്രൊസീജിയറൽ ഡിലേ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആൾക്കാർ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. കാരണം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷോക്കോസ് നോട്ടീസ് വിടും. അതിൻ്റെ റിപ്ലൈ വരണം. ആ റിപ്ലൈ നോട്ടീസ് കിട്ടിയവർ അക്സെപ്റ്റ് ചെയ്യില്ല മിക്കവരും. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ആ നോട്ടീസ് അയക്കണമെന്നാണ് റൂൾസിൽ പറയുന്നത്. അങ്ങനെ തന്നെ ഒരു 1 month അവിടെ പോയി. ഈ നോട്ടീസ് കിട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഡെൻ്റൽ കൗൺസിൽ കൂടണം. ഡെൻ്റൽ കൗൺസിൽ എല്ലാ 3 മാസം കൂടുമ്പോഴാണ് കൂടുന്നത്. അപ്പോൾ വീണ്ടും സംഗതികൾ ഡിലേ ആകുന്നു. ഡിലേ ആയി കൗൺസിൽ കൂടി കഴിഞ്ഞിട്ട് നമ്മളതിന് പരാതി കേൾക്കുന്നു. കേട്ടതിന് ശേഷം നമ്മളതിന് റിപ്ലൈ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇതിനെന്താണ് പറയാനുള്ളത്? അതിൽ അവർ വീണ്ടും ഒരു റിപ്ലൈ തരുന്നു. റിപ്ലൈ തരുമ്പോൾ നമ്മൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ അവരെ നേരിട്ട് വിളിക്കുന്നു. എനിക്ക് അതിനകത്ത് പറയാനുള്ളത് സർക്കാർ കാര്യം മുറ പോലെ. യെസ് ഡോക്ടർ സുഭാഷ്, ഈ സോഷ്യൽ മീഡിയ ബിഫോർ ആഫ്റ്റർ ഒരുപാട് പേർ ചികിത്സയ്ക്ക് മുമ്പും ചികിത്സയ്ക്ക് ശേഷം എന്ന പിക്ചറുകൾ വെബ്സൈറ്റിൽ കൊടുത്ത് ആൾക്കാരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ദൂഷ്യവശം എന്താണ് എന്ന് സമൂഹത്തിനോട് എന്തെങ്കിലും സന്ദേശം ഡോക്ടർക്ക് കൊടുക്കാനുണ്ട്? ഈ ഒന്ന് തെറ്റായിട്ടുള്ള വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് താൽക്കാലിക ലാഭേച്ഛയോടെ കാണുന്ന സമീപനം ഏറ്റവും മഹത്തായ ദൗത്യങ്ങളിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ എന്ന വിഭാഗത്തിൽപ്പെട്ട നമ്മൾ വളരെ വിവേചനപൂർവ്വം തന്നെ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സ്വയം നന്നാവണം എന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ദൈവികമായ പ്രൊഫഷനാണ്. അതിനെ അത്രയും മൂല്യമായി കാണേണ്ടതാണ്. അത്തരത്തിൽ കാണേണ്ട അമൂല്യമായിട്ടുള്ള ഒരു പ്രൊഫഷൻ വഹിച്ചുകൊണ്ടൊരു വ്യക്തി സ്വന്തം നിമിഷമായിട്ടുള്ള ചില ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ബിഫോർ ആഫ്റ്റർ എന്നുള്ള പരസ്യം. നേരത്തെ ആഡിൻ്റെ പല ക്യാപ്ഷൻസും ബാക്കി കാര്യങ്ങളും കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാകുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. പൊതുജനങ്ങളെ, പുതിയ ജനങ്ങളെ, യുവജനങ്ങളെ, ന്യൂജൻസിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പാകത്തിലുള്ള പുതു ക്യാപ്ഷൻസും പുതു ഐഡിയാസുമായി വരുമ്പോൾ ഇതിൻ്റെ ശരിയായ ആ ചികിത്സയുടെ രൂപവും ഭാവവുമാണ് കൈമോശം വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. തീർച്ചയായും KDC അതിന് വേണ്ട ആക്ഷൻസുമായി മുന്നോട്ട് പോകുന്നു. ഡോക്ടർ ആന്റണി സർ പറഞ്ഞ പോലെ തന്നെ NDC വരുമ്പോൾ ഇതിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ ഇതിലുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള എല്ലാവരും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ചെറുപ്പക്കാർ പറയും ഇതൊരു തരം തന്ത വൈബല്ലേ, സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർക്ക് പരസ്യം ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ന്യൂജനെ ടാർഗറ്റ് ചെയ്യല്ലേ, അങ്ങനെയൊന്നുണ്ടോ? ഇതിൽ അത് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ഭാഗം, പരസ്യം ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു എന്ന് വയ്ക്കുക. ഒരു ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ടൗണിൽ പരസ്യം ചെയ്യാൻ വന്നു. പുതുതായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികൾ പരസ്യം ചെയ്യുന്നു. ഇതേപോലെ അവകാശം ആർക്കുണ്ട്? കഴിഞ്ഞ 30-35 വർഷമായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീനിയർ ഡോക്ടർക്കും ഉണ്ട്.
സീനിയർ ഡോക്ടർ അവരുടെ എക്സ്പീരിയൻസും 35 വർഷത്തെ മേന്മയും ഇത്രകാലം കണ്ട പേഷ്യൻസിൻ്റെയും എണ്ണം വെച്ച് അദ്ദേഹം പരസ്യത്തിന് ഇറങ്ങിയാൽ ഈ പുതിയ ആൾക്കാർക്ക് പരസ്യം കൊണ്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? സോ ഞാൻ പറയുമ്പോൾ നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. ഈ റൂള് പുതു ഡോക്ടേഴ്സിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ. കാരണം സീനിയേഴ്സ് ആരും പരസ്യമൊന്നും ചെയ്യണില്ല. അവരവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ മുന്നോട്ട് വന്ന് ഈ പ്രൊഫഷനിൽ തഴക്കവും പഴക്കമുള്ള മേന്മയേറിയ ഡോക്ടർമാരായി മാറണം. അങ്ങനെ ആവണം ചിന്ത എന്നാണ് അഭ്യർത്ഥന. എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം. അടുത്തതായി വരുന്ന വിഷയം ഈ അടുത്ത കാലത്ത് മുമ്പോട്ടും വന്നിരിക്കുന്ന റെഗുലേഷൻസിന്റെ വ്യത്യാസം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒരു ഉദാഹരണത്തിന് നമ്മുടെ പ്രാക്ടീസിനെ, കേരളത്തിലെ ഡെന്റൽ പ്രാക്ടീസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയമായിട്ട് എടുക്കുന്നത്. പല ഡോക്ടർമാരുടെയും ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സിദ്ധാർത്ഥ്, എന്താണ് ഈ ഡെന്റൽ സർജൻസിന് ഈ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനോട് ഇത്ര ചലഞ്ചിങ് ആയി കാണാനുള്ള ഒരുപാട് മാറ്റങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പല മാറ്റങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു പോയതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രാതിനിധ്യം അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രാതിനിധ്യം ഇല്ലാത്തിടത്തോളം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിൽ റെഗുലേഷൻസിൽ ഒരു പങ്കാളിയാവാനോ നമുക്ക് മോഡിഫിക്കേഷൻ പറയാനോ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ കാലത്തൊരു യുദ്ധത്തിന് ശേഷം തന്നെ ഡെന്റൽ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ഒരു സ്ഥാനം നമ്മൾ നേടിയെടുത്തത്. അതിന് മുമ്പ് ഒരു ചോദ്യം, ഈ ആക്ട് ശരിക്കും ഡെന്റിസ്റ്റുമാരെ നിയന്ത്രിക്കാനാണോ? സമൂഹത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണമുണ്ട്. ക്വാളിറ്റി ഓഫ് കെയർ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ഒരു റെഗുലേഷൻസ് വേണം. ഇപ്പം ആർക്കാണെങ്കിലും ഒരു കാര്യം അനുസരിക്കണം, അതിനൊരു സിസ്റ്റം വേണം, അതിന് റെഗുലേഷൻ വേണം. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ദാറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ ഇനഫ് ഫോർ ബോത്ത് ദ പീപ്പിൾ. അത് പറയുന്ന പോലെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കണം. അല്ലാതെ ഒരാളെ നിയന്ത്രിച്ച് ഒരു കാര്യം പഠിപ്പിച്ച് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യമാവേണ്ടത്. ഡോക്ടർ അലക്സിന് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വന്നാൽ പ്രാക്ടീസിനെ അത് എങ്ങനെ ബാധിക്കും? ഒരു ക്ലിനീഷ്യനെ അത് എന്തുകൊണ്ട് മോശമായി ബാധിക്കണം? ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ ആക്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് ലൈസൻസ് ഉള്ളതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ലൈസൻസ്, ഇതിന് തന്നെ ഇപ്പം തന്നെ ഒരു ക്ലിനിക്കിൻ്റെ ഒരു ലൈസൻസ് നേടിയെടുക്കാൻ ഒരു 3-4 ദിവസമെങ്കിലും പഞ്ചായത്തിലും അവിടെ ഇവിടെയായിട്ട് കയറി ഇറങ്ങി നടക്കണം. അതിൻ്റെ കൂടെ ഇനി ഇതിൻ്റെ പുറകിലും കൂടി നടക്കണം എന്നുള്ളൊരവസ്ഥയാണ് നിലവിൽ ക്ലിനീഷ്യൻസിന് വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാനിപ്പോൾ കാണുന്നത്. മിസ്റ്റർ പ്രസിഡന്റ്, ഒരു ലൈസൻസ് പോരാ, അനേകം ലൈസൻസ് വേണം. ഐഡിയക്ക് എന്താണ് ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? ഐഡിയ ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടെ വർഷങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുകയും മൾട്ടിപ്പിൾ നിവേദനം കൊടുത്തപ്പോഴെല്ലാം ഈ ഏകജാലക സംവിധാനം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ കൂടെ ഈ ബിൽ എന്ന് പറഞ്ഞു വന്നു. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ബില്ലും അതിൻ്റെ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഇതിലുണ്ടായിരുന്ന മിനിമം സ്റ്റാൻഡേർഡ്സ്, അത് എല്ലാ മേഖലകളിലും, ഇപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കാണെങ്കിൽ ഡെൻ്റൽ ക്ലിനിക്ക്, ആയുർവേദം, അങ്ങനെ ഡെൻ്റൽ ക്ലിനിക്കുകളിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ വേണ്ടി വരുന്ന മിനിമം സ്റ്റാൻഡേർഡ്സ് വാസ് ആസ് പാർ ആസ് വിത്ത് യുവർ NABH അക്രഡിറ്റേഷൻ. വളരെ സ്ട്രിഞ്ചൻറ്റും ഒരു സാധാരണക്കാരൻ ഡെൻറ്റിസ്റ്റുകൾക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹൈലി എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള കോസ്റ്റോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നേടാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു 2018 ആദ്യം ഇത് അവതരിപ്പിച്ചപ്പോൾ. അതിനുശേഷം IDAയുടെ വളരെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് IDA മെമ്പേഴ്സിൻ്റെ പാസ്റ്റ് സ്റ്റേറ്റ് ഓഫീസ് ബെയറേഴ്സ് അവൻ്റെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ്സ് അത് റെക്കമെൻഡ് ചെയ്യാനും നിലവിലുള്ള സ്ട്രിഞ്ചൻ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ആവശ്യമായ ബേസിക് റിക്വയർമെൻറ്റ്സിലേക്ക് ലഘൂകരിക്കാനും സാധിച്ചു എന്നുള്ളത് IDAയുടെ ഒരു നേട്ടം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അപ്രകാരം തന്നെ ഇപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡെൻ്റൽ ക്ലിനിക്സുകളാണ്. അതർ ദാൻ ലാബ്സ് കഴിഞ്ഞാൽ 3968 ഡെൻ്റൽ ക്ലിനിക്സ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ വേണ്ടത്ര റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ ഈ ആക്ട് പ്രകാരം തന്നെ? ഡോക്ടർ സിദ്ധാർത്ഥ് പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ ആരോഗ്യ മേഖലയിൽ നമ്മളുടെ ആ മുൻനിരയിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അർഹിക്കുന്ന ഒരു സമീപനവും അതനുസരിച്ചുള്ള സ്ഥാനവും വേണ്ടപ്പെട്ട അതോറിറ്റീസ് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു വസ്തുത ഒന്ന്.
മറിച്ച് ഇപ്പോൾ ഈ CU ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ സർക്കാരിനോട് സഹകരിച്ച് സംസാരിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയതുകൊണ്ട് വളരെ ഒരു അനുകൂല മനോഭാവമാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളത്. നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വേണ്ടുന്ന വിധത്തിൽ ലഘൂകരിക്കാനും ഡെന്റിസ്റ്റുകളെയും ഡെന്റൽ ആക്റ്റും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടു പോകാനുമാണ് CEയുടെ കൗൺസിലും അതോറിറ്റീസും നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നത്തെ നമ്മളുടെ വൺ ഓഫ് ദ ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് പോലും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ക്ഷണം ഒരിടത്ത് പോകുന്ന ആളുകളല്ല. നമ്മുടെ ഡെൻ്റൽ കൗൺസിലിനും നമ്മുടെ ഡെൻ്റൽ വടിക്കൊള്ളി IDയോടുള്ള ആ ഒരു അടുപ്പവും അതനുസരിച്ച് നമ്മൾ അവരോട് കാണിച്ചിരിക്കുന്ന ആ ഒരു അക്സെപ്റ്റൻസും കൂടെയാണ് നമുക്കിതിനകത്ത് ഇങ്ങനത്തെ ഒരു സമീപനം കിട്ടാൻ സാധിച്ചത്. അതുകൊണ്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് തീർച്ചയായിട്ടും നിലവിലുള്ള ലൈസൻസുകളുടെ എണ്ണം കൂട്ടി അങ്ങനെ ഒരു ബാധ്യത കൂടിയെങ്കിൽ തന്നെയും അതിന്മേൽ നമുക്കുണ്ടായിരിക്കുന്ന വരാൻ സാധ്യതയുണ്ടായിരുന്ന ദൂഷ്യവശങ്ങൾ ഒത്തിരി ലഘൂകരിക്കാൻ ഈ പറഞ്ഞ നല്ല റാപ്പോർട്ട് ഉണ്ടായത് സഹായിച്ചു എന്നുള്ള വസ്തുത തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. താങ്ക് യു ഡോക്ടർ. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമുക്കൊരു പ്രാതിനിധ്യം നേടാൻ IDയുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. യുണീക്ക് തിങ് അക്രോസ് ദ കൺട്രി നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റ് പല കാര്യങ്ങളിലില്ലെങ്കിലും ഒരു കാര്യത്തിൽ വല്ലാത്തൊരു ഈ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയിലുള്ള ഗ്രീവൻസ് റെഡ്രസൽ മെക്കാനിസമാണ്. അപ്പോൾ ഈ പരാതി പരിഹാര സെൽ വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുമോ ആ ഒരു ആശങ്ക പലപ്പോഴും ഉണ്ട്. കാരണം ഒരു പ്രിസ്ക്രിപ്ഷൻ ശരിയായ രീതിയിൽ എഴുതിയില്ലെങ്കിൽ പോലും ഇത് വല്ലാതെ പേഷ്യൻ്റ് സെൻട്രിക്കും പബ്ലിക് ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു ആക്റ്റാണ്. അവിടെ പ്രത്യേകിച്ചിട്ട് അതിന് പോലും ഈ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ വേണമെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. ഈ മിസ്യൂസ് അല്ലെങ്കിൽ എബ്യൂസ് ചെക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും നിയന്ത്രണം വേണമെന്നുള്ള രീതിയിൽ IDAക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൗൺസിൽ ആളുകളായിട്ടുള്ള നെഗോസിയേഷൻസിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഉറപ്പ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ആശങ്ക ദൂരീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകൊണ്ട് ചോദിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ പല പ്രൊവിഷൻസും വീണ്ടും കോർപ്പറേറ്റ്സും ഒരു സാധാരണ ഡെന്റൽ പ്രാക്ടീഷണറിനെ രണ്ട് തലത്തിൽ നിർത്താൻ സാധ്യതയുള്ള പ്രൊവിഷൻസിനെതിരെയും IDAക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നൊന്നായിട്ട് പറയാം. ഡോക്ടർ പറഞ്ഞാണ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. അതിൻ്റെ ആശയങ്ങൾ നമ്മൾ ഓൾറെഡി പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്ന വിധി പ്രകാരം വീണ്ടും ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഡെസ്ക് വേണമെന്ന് എക്സ്ട്രാ ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ലാത്ത ഒരു സംഭവം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിൻ്റെ ആശങ്ക നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വേണ്ട റെഗുലേഷൻസ് മാറ്റം വരുത്താമെന്ന് തന്നെയാണ് നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് നെഗോഷിയേഷൻസ് ആവശ്യമാണ്, ടൈം ആവശ്യമാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ആ നെഗോഷിയേഷന് ഒരു കാലതാമസം വരുന്നു എന്നുള്ളത് സത്യമാണ്. ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി നെഗോഷിയേറ്റ് ദാറ്റ്. ഞാൻ ചോദിച്ചത് ഈ ആക്ടിന്റെ പല പ്രൊവിഷൻസും കോർപ്പറേറ്റ്സ് മിസ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കുറവാണ് സർ. അത്ര പെട്ടെന്ന് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഉള്ളത്. ഇല്ലെന്ന് അടച്ചു പറയുന്നില്ലെങ്കിൽ പോലും അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദിച്ചോളൂ. മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത, ബിക്കോസ് ഈ CE ആക്ട് പ്രകാരമുള്ള ആ നിയമാവലികളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് കോർപ്പറേറ്റ്സ് ആണെങ്കിലും സിംഗിൾ ക്ലിനിക് ആണെങ്കിലും 2 ചെയർ ആണെങ്കിലും 20 ചെയർ ആണെങ്കിലും 2 നിലയാണെങ്കിലും മൾട്ടി സ്റ്റോറഡ് ആണ്, എല്ലാം ആക്ട് ഇസ് ദ സെയിം ഫോർ എവരിവൺ. സോ CE ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഡൈല്യൂഷനോ അല്ലെങ്കിൽ മിസ്യൂസോ ഉണ്ടാകുന്നില്ല. നിലവിൽ അത് ഉണ്ടാകുന്നത് മറ്റേ കോഡ് ഓഫ് എത്തിക്സ് പാലിക്കാതെ നിയമം കാറ്റിപ്പറത്ത് ചെയ്യുന്നതിനെ വേണ്ടുന്ന വിധത്തിൽ നമ്മൾ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാത്തതിൻ്റെ പുറത്ത് അവരെടുക്കുന്ന മുതലെടുപ്പാണ്. കൂടാതെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ചെക്ക് ലിസ്റ്റ് കോർപ്പറേറ്റ്സിന് മാത്രം സാധിക്കുന്ന ഒന്നല്ല. അല്ലല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ബെയർ മിനിമം റിക്വയർമെൻറ്റ്, അതേസമയം ജനങ്ങൾക്ക് എല്ലാവിധ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കിക്കൊണ്ടും അതേസമയം ബർഡൻ ഉണ്ടാവാത്ത വിധത്തിൽ, അതായത് ബാധ്യത പോലെ ഡെന്റിസ്റ്റുകൾക്ക് കാര്യമായ ഒന്നും വരാത്ത വിധത്തിലും യാതൊരു വിധത്തിലുള്ള ഒരു കൂടിയ സാമ്പത്തിക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ് രജിസ്റ്റർ ചെയ്യാനായിട്ട്. മുമ്പുണ്ടായിരുന്നു. അത് IDAയുടെ ഇടപെടൽ മൂലം അത് സ്റ്റാൻഡേർഡ്സ് ലഘൂകരിച്ച് ആവശ്യം അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് മിനിമം മാൻഡേറ്ററി ആക്കിയെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും. എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വന്നപ്പോൾ പല ഡെന്റിസ്റ്റുകളും വളരെ ആശങ്കയോട് കൂടി ഇത് കാണുന്നത്. പലപ്പോഴും SS എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡെന്റിസ്റ്റുകൾ തന്നെയാണ് വരും. ചിലപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വന്ന് നമ്മളുടെ ക്ലിനിക്കിലെ ഡെന്റിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ പല ക്രൈറ്റീരിയാസും കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതിനെ ദൂരീകരിക്കാൻ IDA എന്തെങ്കിലും ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഒരു IDA മെമ്പർ ആയതുകൊണ്ടും IDA മെമ്പർ അല്ലാത്തതുകൊണ്ടും എസ്റ്റാബ്ലിഷ്മെന്റിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം 2-3 കാര്യങ്ങൾ IDA ഈ പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കകളും കൺസേൺസും ദൂരീകരിക്കാൻ, മെമ്പേഴ്സിൻ്റെ കൺഫ്യൂഷൻ മാറ്റാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. ഇന്ന് നമ്മളുടെ ഇനോഗ്രേഷൻ സമയത്ത് തന്നെ ഒരു വെബ്സൈറ്റിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക്
അത് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിനകത്ത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വയറീസും ആർക്ക് വേണം നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിനകത്ത് IDAയുടെ എല്ലാ പ്രൊജക്ട്സിനെ കുറിച്ച് അറിയാം, ഡീറ്റെയിൽസ് അറിയാം. നമ്മൾ സാധാരണ ഏത് മെമ്പറും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു FAQ രൂപത്തിൽ ഇതെല്ലാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു കം ഔട്ട്. സോ ആശങ്കകളും കൺസേൺസും ദൂരീകരിക്കാൻ യു ക്യാൻ റെഫർ ദാറ്റ്. എന്നിട്ടും മാറിയില്ലെങ്കിൽ ഞങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസവും കോൺഫിഡൻസും അസോസിയേഷനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം കണ്ടൊരു കാര്യം, ദ കേരള മോഡൽ ഓഫ് ഡെന്റൽ കെയർ എന്ന് പറയുന്നത് 97% പ്രൈവറ്റ് ഡെന്റൽ ക്ലിനിക്കുകളിലൂടെ കേരളത്തിന്റെ ഓരോ മുക്കും മൂലയിലും എത്തി നിൽക്കുന്ന 7000-ഓളം ഡെന്റൽ ക്ലിനിക്കുകൾ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വരുമ്പോൾ പബ്ലിക്കിന് ഉണ്ടാകാൻ പോകുന്ന ഒരു ഡാമേജ് ഇൻക്രീസ്ഡ് കോസ്റ്റ് അല്ലേ? അപ്പൊ ഭാവിയിലേക്കുള്ള ചോദ്യം, കേരള സ്വകാര്യ ഡെന്റൽ പ്രാക്ടീസ് ഭാവിയിലേക്ക് ഒരു മാതൃകയാണോ, മാറാൻ പോകുന്ന മോഡലാണോ? ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്? വാട്ട് ഇസ് ദ ഫ്യൂച്ചർ? ഇതുമായിട്ട് നിങ്ങളുടെ സംശയങ്ങളും കൂടി ചോദിച്ചോളൂ, എന്നിട്ട് അവർ ഉത്തരം പറയട്ടെ. നേരത്തെ ഡോക്ടർ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താ? നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഏതെങ്കിലും ക്ലിനിക്കിൽ നിന്നൊരു പരാതി പോകുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ രീതി എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും. ഇപ്പോ ഇപ്പൊ പേഷ്യൻസ് എന്ന് വെച്ചാൽ ജനത്തിന് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ പോലീസ് ഡീൽ ചെയ്യില്ല. പോലീസ് അത് നേരെ DMOയിലേക്ക് വിടും. അത് സി ആക്ട് വന്നതിന് കാണിക്കുന്ന സി ബില്ല് കാരണം ഡെന്റിസ്റ്റ് പ്രൊട്ടക്ഷനും ഉണ്ട് എന്നുള്ളതാണ്. ഡെന്റിസ്റ്റ് തന്നെയാണ് അത് ഡോക്ടർ നേരത്തെ എന്താണ് സി ആക്ടില് പറഞ്ഞ ബില്ലിങ്ങിന്റെ പ്രശ്നം. അപ്പൊ ഈ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി നാളെ വരെ ഇപ്പൊ ടാക്സോ GST ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്നുള്ള ഡൗട്ട് പല മെമ്പേഴ്സും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് വീണ്ടും ഒരു ആശങ്കയാണ്, സർക്കാർ നമ്മളെ നിരീക്ഷിക്കാനാണോ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കറക്റ്റായിട്ട് ബില്ല് ചെയ്യണം, കറക്റ്റായിട്ട് മേടിക്കണം. ഈ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഈ ഓരോ പൗരനും എങ്ങനെയാണോ കടമ നിർവഹിക്കേണ്ടത് അത് തീർച്ചയായും നിർവഹിക്കും വേണം. അതിൽ യാതൊരു തർക്കമില്ല. അത്തരത്തിൽ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ബില്ലിങ്ങും ബാക്കി കാര്യങ്ങളിലും നമ്മളൊരു കാര്യങ്ങളും വ്യവസ്ഥകളൊന്നും തെറ്റുകളൊന്നും വരുത്താനും പാടില്ല. അത്തരത്തിൽ പോകുമ്പോൾ അതിന് പ്രശ്നങ്ങളുമില്ല. ബില്ലിങ്ങും കറക്റ്റ് ആവുക, ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഈ ആക്ട് പ്രകാരം ഒരു നാടിന് കൊണ്ടുവരുന്നതിനെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഒരിക്കലും എതിർത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എതിർത്തിട്ടുള്ളത് ഒരിക്കലും പ്രാവർത്തികമാക്കാത്ത ചില നിബന്ധനകളും വ്യവസ്ഥകളും വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏക ഡോക്ടർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തെ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഈ രാജ്യങ്ങളിലുള്ള ഡെന്റൽ ക്ലിനിക്കുകളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഈ പറഞ്ഞ നിബന്ധനകൾ കൊണ്ടുവരുന്നത് ഈ ആക്ടിലൂടെ വരുമ്പോഴാണ് സാധാരണ ഇത്തരത്തിലുള്ള ഏക ക്ലിനിക്കുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുക എന്നതാണ് ഞാൻ ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും കേരളത്തിലെ നമ്പർ 1 എന്ന് അല്ലെങ്കിൽ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ദന്താരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും നമ്മൾ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏക ഡോക്ടർ ഡെന്റൽ ക്ലിനിക്കുകൾ തന്നെയാണ് കേരളത്തിന്റെ ദന്താരോഗ്യ മേഖലയുടെ ശക്തി. പലവിധ ഇടപെടലുകളും ബാക്കി കാര്യങ്ങളും ബാഹ്യശക്തികളും ഇതേപോലെ നിബന്ധനകൾ അമിതമായി ഏൽപ്പിക്കുകയും ചെയ്യുന്നത് മൂലം നയവ്യത്യാസം ഉണ്ടാകുകയും പ്രസ്തുത ഏക ഡോക്ടർ സംവിധാനത്തെ തകർക്കുകയും ചെയ്താൽ കേരള മോഡൽ എന്നത് ഒരു പഴങ്കഥയായി മാറും. അത്തരത്തിലുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുകിട ഹോസ്പിറ്റലുകളുടെ ഇടപെടലുകളെ ആണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഒരു പരിധിവരെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തിയിരുന്നതെങ്കിൽ ഇന്ന് കോർപ്പറേറ്റ് വൽക്കരണം അവിടെ വരുന്നത് മൂലം ചെറുകിട ആശുപത്രികൾ അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറും എന്നുള്ളതാണ്. സ്വാഭാവികമായും കേരള മോഡൽ ആരോഗ്യ മേഖലയിൽ നമ്മുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ദന്താരോഗ്യ മേഖലയിൽ ഈ ചെറുകിട ക്ലിനിക്കുകൾ നിലനിൽക്കേണ്ട ആവശ്യകത ഊന്നിപ്പറയുകയാണ്. താങ്ക് യു. ഞാൻ ഓരോരുത്തരായിട്ട് വരാം. ഡോക്ടർ സാജു, ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോൾ സർക്കാർ മേഖലയിലെ ദന്ത ചികിത്സ എങ്ങനെ മാറണം എന്നാണ് ഡോക്ടർ ആശിക്കുന്നത്? സർക്കാർ മേഖലയിൽ ദന്ത ചികിത്സയ്ക്ക് ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരേണ്ടത്? അതിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോമ കെയർ സെന്ററുകൾ, അതിൽ ഡെന്റൽ സർജനെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഡെന്റൽ യൂണിറ്റുകൾ തുടങ്ങാം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൊബാക്കോ സെസേഷൻ പ്രോഗ്രാംസ്, അതുപോലെ ഓറൽ ക്യാൻസർ ഡിറ്റക്ടിങ്
ക്ലിനിക്കൽ അങ്ങനത്തെ ഇതിലോട്ടൊക്കെ നമ്മളുടെ ഡെന്റൽ സർജൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുത്താം. അത് പൊതുജനങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അപ്രോച്ചബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഡോക്ടർ വർക്ക് ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ ചെയ്തിട്ടുള്ള ഓർത്തോഗ്നാറ്റിക് സർജറികൾ എല്ലാ ആശുപത്രികളിലും ചെയ്യുന്ന ഒരു നാൾ വരട്ടെ എന്ന് ആശിക്കാം. പ്രൈവറ്റ് ഡെന്റൽ കോളേജ് മേഖലയിൽ എന്ത് വ്യത്യാസങ്ങളാണ് ഫ്യൂച്ചറിൽ വരണം എന്നാണ് ഡോക്ടർ ബിനു ആശിക്കുന്നത്? പ്രൈവറ്റ് മേഖലയിൽ ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പം നാക് അക്രഡിറ്റേഷൻ വന്നു, ഇനി QS അക്രഡിറ്റേഷൻ വരുന്നുണ്ട് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ, അതുകൂടാണ്ട് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ വരുന്നു. അപ്പോൾ അതനുസരിച്ച് റിസർച്ച് ആക്ടിവിറ്റീസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് കോളേജിനാണ് എനിക്ക് തോന്നുന്നത്. ആ മേഖലയിൽ നമ്മൾ തീർച്ചയായിട്ടും മുമ്പോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായ മാറ്റം വരുത്തേണ്ടത് ശമ്പള വർധനം തന്നെയാണ്. ഇന്ന് കേരള നർസ് എന്ന ഗ്ലോബൽ ടാഗ് നാളത്തെ കേരള ഡെന്റിസ്റ്റിനും ഉണ്ടാകട്ടെ എന്നാണ് ഡോക്ടർ ബിനു ആശിക്കുന്നത്. കേരള ഡെന്റിസ്റ്റിന് ഒരു ഗ്ലോബൽ എംപ്ലോയബിലിറ്റി ഉണ്ടാവട്ടെ. NDC-യിലൂടെ എന്ത് വ്യത്യാസം, നാഷണൽ ഡെന്റൽ കമ്മീഷനിലൂടെ എന്ത് വ്യത്യാസങ്ങളാണ് ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സാധാരണ ഡെന്റിസ്റ്റുമാർക്ക് ഈ പരസ്യത്തിനെ പറ്റി മറ്റുമുള്ള ആകാംക്ഷ NDC-യുടെ ഗൈഡ് ലൈൻസ് വരുന്നതോടുകൂടി അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി IDA ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ട്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സിദ്ധാർത്ഥ്, അപ്പൊ മാറുന്ന കാലത്തിൽ ഈ മാതൃക തന്നെയാണോ മുമ്പോട്ട്, അതോ മാറുന്ന കാലത്തിനനുസരിച്ച് ഡെന്റൽ ഡോക്ടർമാർ മാറാൻ സജ്ജമുണ്ടോ? IDA സെക്രട്ടറിക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാൻ? മാറുന്ന കാലത്തനുസരിച്ച് മാറാൻ എല്ലാവരും സജ്ജത തന്നെയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു കൈ കൊണ്ട് തട്ടിയാൽ മാത്രം ശബ്ദം ഉണ്ടാവത്തില്ല. നമ്മുടെ എഫേർട്ടിനനുസരിച്ച് സർക്കാർ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. നമ്മളെല്ലാം ഓർക്കേണ്ട കോവിഡ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും പേടിച്ച് വിറച്ചകത്തിരുന്ന സമയത്ത് ഡെന്റൽ ഡോക്ടർമാരാണ് കേരളത്തിൽ ഒന്നടങ്കം 1000-ഓളം ഡെന്റൽമാരുടെ മുന്നോട്ടിറങ്ങി EP കിറ്റിട്ട് സ്വാബ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത്രയും കരുത്തരായ ഒരു ദന്ത സമൂഹം നമുക്കുണ്ട്. അവർ നിലനിർത്തേണ്ട സാഹചര്യം നമുക്കുണ്ട്. അവരെ ഉത്തേജകരാക്കാൻ സർക്കാരിന് അവർ ഉത്തരവാദിത്വം ഉണ്ടെന്നുകൊണ്ട് സർക്കാർ മനസ്സിലാക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു. കൺക്ലൂഡിംഗ് റിമാർക്സ് ടു ദി പ്രസിഡന്റ്. ഒരു IDA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മുന്നോട്ടും ഈ സിംഗിൾ ഡോക്ടർ സംവിധാനത്തെ സംരക്ഷിക്കാനായിട്ട് IDA എന്താണ് മുമ്പോട്ട് വെക്കാനുള്ളത്? IDA സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ മെമ്പേഴ്സിൻ്റെ ക്ലിനിക്കുകൾ സിംഗിൾ ഡോക്ക് ആണെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിലും ഇറ്റ്സ് ഓൾ ദ സെയിം ആസ് ഫാർ ആസ് മെമ്പേഴ്സ് സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേഷൻ്റെ അംഗങ്ങളുടെ വെൽഫെയറിനും ഉന്നമനത്തിനും ഉന്നതിക്കും വേണ്ടി ഏത് അറ്റം വരെ പോകാനും അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധരാണെന്നുള്ള ഉറപ്പ് ഈ ഒരു അവസരത്തിൽ പറയുകയും അതോടൊപ്പം എന്ത് ആശങ്കകളുണ്ടെങ്കിലും അതിനെ വളരെ പ്രോആക്റ്റീവായിട്ടും ഇപ്പോൾ മുന്നോട്ട് പോകുന്ന വിധത്തിൽ തീർച്ചയായിട്ടും ഞാൻ അഡ്രസ്സ് ചെയ്ത് എല്ലാ മെമ്പേഴ്സിന് വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യപരിപാടി ചെയ്യുമെന്നും നിലവിലുള്ള ജോബ് വേക്കൻസീസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമെന്നും നിലവിലുള്ള ജോബിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് കുറയ്ക്കാൻ ഒരു പക്ഷേ അത് സഹായിച്ചേക്കാമെന്നും പ്രാക്ടീസ് പറഞ്ഞ് പാസ് ഔട്ട് ആകുന്ന യങ്സ്റ്റേഴ്സിന് ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ഒരു സാലറി സ്കെയിലിന് ഒരു ഗൈഡ് ലൈൻസ്, നമുക്കൊരു സ്ട്രാറ്റജിക് പവർ ഇല്ലാത്തതുകൊണ്ട് വി കാണ്ട് എൻഫോഴ്സ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിധത്തിലൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നും സോ ദാറ്റ് പാസ് ഔട്ടായി വരുന്ന യങ്സ്റ്റേഴ്സിന് ഒരു അവർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് സാലറി കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. സമൂഹത്തിനോട് എന്ത് സന്ദേശമാണ് IDA പ്രസിഡന്റ് നൽകാനുള്ളത് ഫ്യൂച്ചറിനെ കുറിച്ച്? ഫ്യൂച്ചറിനെ കുറിച്ച് ദന്താരോഗ്യവും ദന്തപരിപാലനം അങ്ങേയറ്റം ആവശ്യമുള്ള സംഭവമാണ്. 2 നേരം പല്ല് തേക്കുക, 6 മാസത്തിലൊരു ഡെന്റിസ്റ്റിനെ കാണുക, നിങ്ങളുടെ ദന്തപരിപാലനം അങ്ങേയറ്റം മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു ഓഡിയൻസ്, താങ്ക് യു ഓൾ പാനലിസ്റ്റ് ഫോർ ഈ ഇത്രയും ക്രിയാത്മകമായ ഈ ചുരുങ്ങിയ സമയത്ത് പോലും ഇത്രയും പ്രാധാന്യമേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചതിനും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം പറഞ്ഞതിനും നന്ദി പറയുന്നു. സമൂഹത്തിന്റെ കൂടെ IDA ഉണ്ട്, IDA മാറ്റങ്ങൾക്ക് സജ്ജമാണ് എന്നുള്ള മെസ്സേജിൽ can we conclude this program? Thank you one and all.